നല്ല വലിയ കഥകളി ഡിസൈൻ, മ്യൂറൽ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതേ കളറിൽ താമര നിങ്ങൾ കൊണ്ടുവന്ന ഫ്രീ സാരി. ബോഡിക്ക് പ്രത്യേകത എന്താന്ന് വെച്ചാല് ഡബിൾ ഷെയ്ഡ് ആണ്. പക്ഷെ റോസപ്പൂവൊക്കെ ഏതൊക്കെ കളറിൽ ഇറക്കി തുടങ്ങി നോക്ക്. വൈലറ്റ്, യെല്ലോ. ഈ ബോർഡേഴ്സിനെ പറയുന്നതാണ് ബലരാമപുരം ബോർഡേഴ്സ്. അതാ നിക്കണോ നമ്മുടെ മുണ്ടെടുത്തിട്ടുള്ള ചുള്ള രഥം ആ ഒരു തീമിലാണ്. ഹാൻഡ് പെയിന്റഡ് വിത്ത് എംബ്രോയിഡറി. ആന എന്നാ നീലയെ. ഈ സാരി എന്ന് പറയുമ്പോ ബ്രൈഡൽ സാരിയാണ്. എലിഫന്റ് സാരിയില് മെറൂൺ ബോർഡറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സാരിയാണ്. 126 രൂപയ്ക്ക്. ഇത് ബലരാമപുരത്തിന്റെ ഒരു റെപ്ലിക്കയാണത്. പീകോക്ക് ഡിസൈനിൽ വരുന്ന സാധനം. ഇതിന്റെ കോമ്പറ്റീഷൻ ബ്രൈഡൽ കളക്ഷൻ കോട്ടണില് ടെമ്പിൾ ഡിസൈനില് കുറച്ചു കസ്റ്റമേഴ്സ് കൂടുതൽ ചോദിക്കുന്നുണ്ട്, ഇനിയും ലോ വേണമെന്ന്. ഞങ്ങൾ ഇറക്കി. എന്താ അമ്പലം എന്നാ പറയാത്? ഇത് ചൊക്കോ ഭണ്ഡാരം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണിത്. ഇതൊരു അനാർക്കലി ടൈപ്പാണ്. 50,000 to 2 ലക്ഷം പേര് മാത്രമേ ഈ താമരയുടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി അത്രയും പേരുണ്ട്. കുലുക്കി അല്ലേ? മറ്റേലും കുലിക്കാട്ടാ. കോട്ടൺ കം ടിഷ്യൂ രണ്ടും ഈക്വൽ പ്രൊപ്പോർഷനിലാണ്. പ്രീമിയം ജക്കാർഡിൽ നെയ്തിട്ടുള്ള സാരിയാണ്. ആന ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. കാഞ്ചീപുരം റിപ്ലിക്കാന്നൊക്കെ പറയില്ലേ? ഇപ്പൊ മോം ആൻഡ് ഡോട്ടറിനെ ചോദിച്ചാല് താമരയുടെ ഏത് കളർ ഷർട്ട് വേണോ? യൂണിഫോം സാരീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കളർ ഷെയ്ഡ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് 6XL വരെയാണ് വരുന്നത്. S to 6XL. താമരയുടെ ഡിസൈൻ. ആന എന്തൊക്കെ വേണം? താമരയുടെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ താമര, വഞ്ചിയുണ്ട്, എന്തൊക്കെ ഉണ്ട് അല്ലേ? അതെ, ഓണം തീം അങ്ങോട്ട് പറയാം. അതിന് വേണ്ടിയിട്ടാണ് ആ പ്രൂഫ്. അപ്പൊ ഒന്നും നടക്കില്ല, ഒന്നും നടക്കില്ല, എല്ലാം കൈയോടെ പിടിക്കും. നമ്മുടെ ലേഡീസിന്റെ ടെമ്പിൾ ആൻഡ് പോൾക്ക ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ. ഓവറോൾ നോക്കുക നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ തന്നെ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ അതാ റെഡ് ക്രോസ്. ഇതെന്താ റെഡ് ക്രോസ് നിങ്ങൾ വരുന്നത്? അമ്മമാരുണ്ട്, അപ്പൊ അമ്മമാരെ കാണാൻ പോയതാ. ഇത് കേട്ടില്ലേ? ഒന്നുകൂടി അത് പറയൂ. എന്താ പറയുക? കുറെ അമ്മമാരുണ്ട്, അപ്പൊ അമ്മമാരെ ഒന്ന് കാണാൻ പോയതാ. കാണാൻ ഇടയ്ക്ക് അങ്ങനെ പോകൂലേ? കൊണ്ടാക്കാൻ പോയതല്ലോ? ഇല്ല ആക്കാൻ പോയതാ. സോറി നോക്കാൻ പോയതാ. നോക്കാൻ പോയതാണ്. അപ്പൊ അവിടെ കുറെ എല്ലാവരുടെയും അമ്മമാര് എന്ന് പറയാൻ പറ്റില്ല, കുറെ അത് ഞാൻ എടുത്ത് പറയുന്നില്ല. എന്തായാലും അതൊന്നും അല്ല നമ്മുടെ വിഷയം. അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് എക്സൈറ്റ്. നിങ്ങൾ ഹരാദിയിലത്തെ ആളല്ലേ? ഹരാദി. അപ്പൊ അവിടുന്ന് വരുന്നു. തൊട്ടടുത്ത് വീടായതുകൊണ്ടേ കുറെ അവിടെയുള്ള അമ്മമാര് നമ്മുടെ അമ്മമാരെന്നുള്ള രീതിയിൽ ഇടയ്ക്കൊന്ന് നോക്കാൻ അങ്ങനെ പോകുന്നല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാ? എക്സാക്ട് പറയുകയാണെങ്കിൽ തത്തമംഗലത്താണ് നിക്കുന്നത്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഷെൽട്ടർ ഹോം. യെസ്, കുറച്ച് വയസ്സായവരാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഈ ഒരു എക്സാക്ട് പ്ലേസ് പറയണതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കാൻ വന്നിരിക്കുന്നത്. ഇനി കുറച്ചുകൂടി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ കുറേ പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര ഡൗട്ടായിരുന്നു എങ്ങനെയാണ് വരേണ്ട കാര്യങ്ങളൊക്കെ. അപ്പം അത് നമ്മൾ നമ്മുടെ മുതലാളിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഈ പ്രാവശ്യത്തെ എന്തായാലും എങ്ങനെയാണ് വരേണ്ടത്? ഇപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പൊ കറക്റ്റ് തത്തമംഗലം ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഹൈസ്കൂൾ റോഡിൽ ഒരു 200 meters വരുമ്പോൾ അവിടുന്ന് ഒരു NSS ബിൽഡിംഗ് ലെഫ്റ്റ് സൈഡിൽ കാണാം നമുക്ക്. അവിടുന്ന് നേരെ എടുത്താൽ അത് ജോയിൻ ആവുന്നത് ഈ സ്ഥലത്താണ്. മിക്കരും ഇവിടെ വന്നിട്ട് എവിടെയാ സ്ഥലം ഇവിടെ എത്തി സ്റ്റക്ക് ആവാണ്. അതാണ് നമ്മൾ ഈ സ്റ്റക്ക് ചെയ്തോടത്ത് തന്നെ പിടിക്കാം. ഈ സ്റ്റക്ക് ചെയ്തത് വേറെ ഒന്നുമല്ല, ഈ 4 കൂടിയ വഴിയാണ്. ഇവിടെയും വഴിയുണ്ട്. ഇവിടെ ഒരു വീടിന്റെ വഴിയാണ്. ഇത് നോർമൽ നമുക്ക് എല്ലാവർക്കും ഉള്ള പൊതുവഴിയാണ്. അപ്പൊ ഇതും പൊതുവഴി തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ വഴിയിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പലം കാണാം. എന്താ അമ്പലം എന്നാ പറയാത്? ഇത് ചൊക്കോ ഭണ്ഡാരം ക്ഷേത്രം, അമ്പലം. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ അമ്പലം, അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലാണെങ്കിൽ ഇന്ത്യൻ ക്രോസ് സൊസൈറ്റി കാണാം. അപ്പൊ ഇത് രണ്ടും ഏകദേശം ഒരു ലൊക്കേഷൻ കിട്ടിയില്ലേ? അപ്പൊ ഇനി ഒന്ന് അങ്ങോട്ട് തിരിച്ചു. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേ നിങ്ങൾ എവിടേക്കാ കറക്റ്റ് എക്സാക്ട് പോകേണ്ടതെന്ന് അറിയണമല്ലോ. അപ്പൊ ഒന്നുമില്ല, ഈ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള വീട് അല്ലേ? ഈ വീട് തൊട്ടപ്പുറത്തുള്ള വീട്, ഈ അമ്പലം റെഡ് ക്രോസ് സൊസൈറ്റി വീട് തൊട്ടടുത്തുള്ള വീടാണ് കേട്ടോ. വേറെ ഒരു സ്ഥലത്തേക്ക് തിരിയണ്ട. ഈ കാണുന്ന 2 നിലയുള്ള ഈ ഒരു വീട്ടിലേക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഈ പ്രാവശ്യം അവിടേക്ക് തന്നെയാണ് വന്നത്. ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ. എങ്ങനെയാണ് നമ്മൾ വരേണ്ടത്, ഇനി എങ്ങനെയാണ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടത് ചോദിച്ചാൽ ഇവിടെ നിന്നും കയറാം, അവിടെ നിന്നും കയറാം. എങ്ങനെ കയറിയാലും നിങ്ങൾക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. താഴത്ത് ഇവരാണ് താമസിക്കുന്നത്. അതെ, താഴത്തെ താമസം, അതുപോലെ തന്നെ മുകളിൽ. പിന്നെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞോ? ഏകദേശം പണി പൂർത്തിയായി. ഇനി ഒരു വിത്തിൻ 5 days നമുക്ക് ബാക്കിയെല്ലാം റെഡിയാവും. അപ്പൊ ഏകദേശം ഓണത്തോട് നമുക്ക് അടിപൊളിയായിരിക്കും. ഇനിയിപ്പോ നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് പാലക്കാടാണ് കേട്ടോ. എക്സാക്ട് പറയുകയാണെങ്കിൽ നമ്മൾ പാലക്കാട് തത്തമംഗലത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു വീട്ടിലേക്കാണ്. വീടാന്ന് പറഞ്ഞിട്ട് കാര്യം, ഉള്ളിൽ അടിപൊളി കുറേ സംഭവങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടാൽ തന്നെ എത്രയോ ആൾക്കാർ നേരിട്ട് വന്ന് കുറെ പേര് വന്നു, വീഡിയോ കണ്ടു. വീഡിയോ നല്ലായിരുന്നു. സാരീസിന്റെ കളക്ഷൻ സൂപ്പറാണ്. കുറെ വേറെ പുറത്ത് പോയിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരു കളക്ഷൻ
കണ്ടിട്ടില്ല എന്നൊക്കെയാണ് അഭിപ്രായം. അവരുടെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ സ്ഥലം അറിയില്ല, അറിഞ്ഞാണെങ്കിൽ മുന്നേ വന്നേനെ. അതിന് എന്നോടൊരു താങ്ക്സ് പറയണം. അത് വേണം എനിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ കയറാം. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇവര് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സാരീസ് കാണിക്കണം. അപ്പൊ ഇവിടെ ഫോട്ടോഷൂട്ടും നടക്കുന്നുണ്ട്. പിന്നെ അമ്മയും അച്ഛനൊക്കെയാണ്. അമ്മയും അച്ഛനോട് ഇവിടെ തന്നെ, ഇവര് താഴത്തെ താമസമാണ്, ഇവര് മുകളിലേക്കൊന്നും കയറില്ല. അച്ഛനമ്മ ഹായ്, നമസ്കാരം പറയാലേ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കാണാൻ പറ്റിയില്ല, ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. പിന്നെ അതാ നിൽക്കണോ നമ്മുടെ മുണ്ട് കൊടുത്തിട്ടുള്ള ചുള്ള നമുക്ക് മുകളിൽ വെച്ച് പിടിക്കാളെ. പിന്നെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം എങ്ങനെയാന്ന്. ഇപ്പൊ ഇവിടെ ഫോട്ടോഷൂട്ട് എടുക്കും. ഇപ്പൊ ഫ്ലാറ്റ് ഫോട്ടോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷീറ്റിൽ വെച്ചിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നതായിരിക്കും. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഓരോരോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫോട്ടോസ് ആയിട്ട് നമ്മുടെ മോഡൽസ് എടുത്ത ഫോട്ടോസും ഉണ്ടാവും. ഇതേപോലെ മോഡൽസ് എടുത്ത ഫോട്ടോ അല്ലാതെ താഴെ വെച്ചിട്ടുള്ള ഫ്ലാറ്റ് ഇമേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഹരാദി എന്നുള്ള പേജ് എടുത്ത് നോക്കിയാൽ മതി. അവരുടെ .com വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി നോക്കി കഴിഞ്ഞാലും ഈ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് കൂടാണ്ട് ലൈവായിട്ട് കാണണമെങ്കിൽ എവിടേക്ക് വരണം? ഹരാദി, പാലക്കാട്, തത്തമംഗലത്ത് വരണം. അപ്പൊ നമുക്ക് മുകളിലേക്ക് ഒന്ന് പോവാ. എന്താ കൂടെ ഒരു എണ്ണ ഉണ്ടായിരുന്നില്ല, കാണാനില്ല. ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഡയലോഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പൊ ഏകദേശം പൂർത്തിയായി തോന്നുന്നു. ഏകദേശം കഴിഞ്ഞു. തുണി ഉണക്കാനിട്ടിരിക്കുകയാണ്. അത് നോക്കണ്ട, അതെല്ലാം വീട്ടിലുള്ളത് തന്നെയാണ്. പക്ഷെ എന്തായാലും ഇതൊന്ന് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു സ്റ്റോക്സ് ഒരു 5 days പ്ലാൻഡ് ആണ്. അതെ, പ്ലാന്റ് ആണ്. എല്ലാതും സെറ്റാണ്. പിന്നെ മോളിൽ ഇരിക്കണ എല്ലാം സ്റ്റോക്ക് ഇവിടേക്ക് കയറും. ഇല്ല, ഇത് വേറെ സ്റ്റോക്സ് കയറും. അത് അവിടെ വേറെ, ഇത് വേറെ സ്റ്റോക്സ്. അവിടെ വേറെ അഡീഷണൽ കയറും, ഇവിടെ വേറെ പുതിയ വേറെ സ്റ്റോക്ക് ഇല്ല എന്നുള്ള സ്ഥലമില്ല എന്നാണ് പറഞ്ഞത്. അത് ഞാൻ മറന്നുപോയി. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ. അപ്പൊ ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. എന്താണ് നോക്കാം നമുക്ക് പോയിട്ട്. എന്ന് വന്നാലും നിറയെ കളക്ഷൻസ്, അത് പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ? കയറി കഴിഞ്ഞപ്പോൾ തന്നെ. പിന്നെ എപ്പോൾ വന്നാലും ഈ കുട്ടിക്ക് ലാപ്ടോപ്പും ഇത് മാത്രമേ ഉള്ളൂ. ഫുൾ ടൈം ബിസിയാണ്. വെബ്സൈറ്റിൽ ഭയങ്കര തിരക്കാണ്. വെബ്സൈറ്റ് ഒക്കെ എങ്ങനെ പോകണ്ട് ഇപ്പോൾ? വെബ്സൈറ്റ് ഒക്കെ ഇപ്പോൾ ഓണത്തിന്റെ പീക്ക് ടൈം ആയതുകൊണ്ട് രാത്രിക്ക് ഉറക്കമില്ല. അത് ആ ഫേസിൽ ആ ഒരു ക്ഷീണമൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇനി നിങ്ങൾ ചിന്തിക്കണ്ടാവും, ഒരു വട്ടം വീഡിയോ എടുത്ത് പിന്നെയും രണ്ടാം വട്ടം എന്തിനാണ് ഷെൽമി ഓടിക്ക് വന്നതെന്നുള്ളത്. പുതിയ കളക്ഷൻസ് ഇറക്കിണ്ട്, അത് കാണണ്ടേ? ഇഷ്ടം പോലെ പുതിയ വന്നിട്ടുണ്ട്. അപ്പൊ റാക്ക് പുതിയത് കയറ്റി സ്ഥലം കൂട്ടാൻ വേണ്ടിട്ട് അന്ന് നമ്മൾ ഇത്രയ്ക്ക് പ്രൊഡക്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈറ്റ് നമ്മൾ മലയോളം വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. ഇപ്പൊ അതിനേക്കാളും കൂടുതൽ വെച്ചിട്ടുണ്ട്. റാക്ക് വെച്ചപ്പോ ഒന്നുകൂടി സ്പേസ് കിട്ടി, കൂടുതൽ വെക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കളക്ഷൻസ് ഇവിടെ പുതിയ പുതിയ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടെന്ന് പറയാം. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കാം. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും, സിംഗിൾ പീസ് കിട്ടുമോ അല്ലെങ്കിൽ ബൾക്കായിട്ട് എടുക്കണോ, എങ്ങനെയാണ്? എല്ലാം കിട്ടും. സിംഗിൾ വേണ്ടവർക്ക് സിംഗിൾ, ഹോൾസെയിൽ വേണ്ടവർക്ക് ഹോൾസെയിൽ. തുടങ്ങാം. നമുക്ക് എവിടെയാ സ്റ്റാർട്ട് ചെയ്യാം? അന്ന് നമ്മള് ഈ സീതാ കല്യാണം സാരി കൊടുത്തില്ലേ, ആ സാരി കുറെ പേര് ചോദിക്കണ്ടായിരുന്നു. ഓക്കെ, കുറെ ഡിമാൻഡ് പ്രൊഡക്റ്റിനെ കൂടി. അപ്പൊ ആ സാരി ഒന്നുകൂടെ നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ? ഓക്കെ, അത് കൊടുത്തത് ഞാൻ കാണിച്ചത് മതിയായില്ലേ അവർക്ക്? പിന്നെയും ഞാൻ ഇങ്ങനെ തുറന്ന് കാണിക്കണേ. എന്തായാലും അത് അത്യാവശ്യം നന്നായി സെയിൽ ആയിട്ടുണ്ട് അല്ലേ? കുറെ പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, എന്നുവെച്ചാൽ സീതാ കല്യാണി സാരി നന്നായിട്ടുണ്ട് കൊടുത്തത്, ഞങ്ങൾ കുറെ അവിടുന്ന് മേടിച്ചു. ഒരാൾ 50 പീസ് അങ്ങോട്ട് മേടിച്ചില്ലേ? 65 പീസ് യൂണിഫോം ഓർഡർ. അങ്ങനെ എന്തോ എന്നെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇത് നോക്കിയ സീതാ കല്യാണം. ഇതാണ് ഇതിന്റെ നമ്മുടെ മുന്തി പോർഷൻ വരുന്നത് കേട്ടോ. എന്നാ ഓവറോൾ ബോർഡർ ഫുൾ ആ ഒരു ഇത് പല്ലു പോർഷൻ, അതേപോലെ ബാക്കില് പോർഷൻ ഇവിടെ ഇത് പിടിച്ചേ. ബോഡി ഫുള്ള്, ഈ ബോഡി ഫുള്ള് ഇങ്ങനെ ആ ഒരു ബോർഡർ പോർഷൻ ഫുള്ള് ഇങ്ങനെ ഒരു സീതാ കല്യാണി വരും. ഇത് പിടിച്ച ഇത് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. അപ്പോഴാണ് കറക്റ്റ് കിട്ടുള്ളൂ. ആക്ച്വലി മുന്താണി ഇതാണ്. അതുപോലെ തന്നെ ബോർഡർ ഫുള്ള് നമുക്ക് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. നടുക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള. ഇതിനപ്പോ ബ്ലൗസ് വരുമ്പോ എങ്ങനെ വരാ? ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ്. ഓൾറെഡി സാരീസിൽ ഹെവി വർക്ക് ഉണ്ട്. അപ്പോ ഇതാണ് ബ്ലൗസ് പോർഷൻ. ഓക്കെ, ഇതില് ഹെവി ബ്ലൗസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അത് ഓവറായി ഫീൽ ചെയ്യും. അതെ, അപ്പൊ ഈ വർക്കിന് സട്ടിൽ ആയിട്ടുള്ളതായിരിക്കും, നല്ല ഭംഗിയുണ്ട്. അതാണ് സീതാ കല്യാണി. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ മടക്കാൻ. നമ്മുടെ ചേച്ചിമാരെവിടെ പോയി? ചേച്ചിമാര് ഫുഡ് കഴിക്കാതെ തോന്നുന്നുണ്ട്. ഉച്ചത്തെ സമയം. പിന്നെ ഈ സാരി നല്ല എംബ്രോയിഡറി കേട്ടോ. ഇതിൽ ഏത് ബ്ലൗസ് ഇട്ടാലും നമുക്ക് അടിപൊളി സെറ്റപ്പ് ആണ്. അതുപോലെ തന്നെ ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക് വരുന്നത്. ഇതാണ് എംബ്രോയിഡറി. അത് ടോൺ ടു ടോൺ ആണ് വരുന്നത്. ഇതിലിപ്പോ നിങ്ങൾക്ക് കോപ്പർ വേണമെങ്കിൽ കോപ്പറും കിട്ടും അല്ലെ? സിൽവർ, ഇതിന്റെ കോപ്പർ സിൽവർ 3 ഷെയ്ഡാണ് വരുന്നത്. ഫുൾ എംബ്രോയിഡറിയിൽ വർക്ക് വരുന്നത്. പിന്നെ ഇതിന്റെ കോമ്പറ്റീഷൻ ബ്രൈഡൽ കളക്ഷൻ. അതെ, ഒരു കാഞ്ചീപുരം റിപ്ലിക്ക എന്നൊക്കെ പറയില്ലേ, ആ ഒരു പാറ്റേൺ.
അതെ ഈ ഇതൊന്ന് ഇങ്ങനെ വന്നെടുത്തോ, കാരണം ആ ബോർഡറാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്തതിന്റെ. കണ്ടോ, ആ ഒരു നമുക്ക് ആ കാഞ്ചീപുരം സ്റ്റൈലിൽ തന്നെ കുറച്ച് പാറ്റേണുകൾ വരുന്നുണ്ട്. അതിലത്തെ ഒരു പാറ്റേൺ ആണ് ഒരു ബോർഡർ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നത്. ഇത് വീവിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ആ ഒരു സെൽഫ് ടു സെൽഫ് ആണ് വരുന്നത്. എന്നാൽ കളറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഡിജിറ്റൽ ആണോ, എംബ്രോയിഡറി ആണോ, വീവിങ് ആണോ, എല്ലാ കളക്ഷൻസും ബ്രൈഡൽ ഇതന്നെ ബ്രൈഡൽ തന്നെ. ഇത് ടിഷ്യൂ അല്ലേ? പ്യുവർ ടിഷ്യൂ കളക്ഷൻസിൽ വരുന്ന. അതെ, ആ ഫീലിംഗ് എനിക്ക് കിട്ടി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ടിഷ്യൂ അല്ലേ പ്യുവർ അല്ലേ എന്ന് ചോദിച്ചത്. അത് നമുക്ക് നേരിട്ട് വരുമ്പോഴും ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഉൾപോഷൻ വരുന്നത്, ആക്ച്വലി മുന്താണിയുടെ പോഷൻ വരുന്നത് ഇതായിരിക്കും. കണ്ട, അതും നല്ലൊരു ഫുൾ വീവിങ്ങോട് കൂടിയിട്ട്. പിന്നെ ഇതിൽ എത്ര വർക്ക് കയറ്റണം എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ ചെയ്ത് തരും. ഇതിലിപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ട്, ഫുൾ മുന്താണിയിൽ ഇങ്ങനെ വർക്ക് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബോഡി പോർഷനിൽ ഇതുപോലെ ബുട്ടാസ് വർക്ക് വരുന്നത് അല്ലേ? ഫ്ലവർ പ്ലാന്റിന്റെ ഒരു ബുട്ടാസ്. ഇത് ടിഷ്യൂല് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് കോട്ടണിലാണോ, നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ? ഈ ഏരിയ കുറച്ച് ടിഷ്യൂസ് ആണ്, കുറച്ച് ബാക്കിൽ ടിഷ്യൂസ് ഉണ്ട്, അപ്പുറത്തെ ഏരിയ കോട്ടൺ ആണ്. അങ്ങനെയാണ് അറേഞ്ച്. അല്ല, ഞാൻ ചോദിക്കുന്നത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ. അതാ പറഞ്ഞ ഇപ്പൊ ഇതിലിപ്പോ ഇങ്ങനെ ബൂട്ടാസ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വർക്ക് കൂട്ടി കയറ്റണം എന്ന് വെച്ചാൽ വെഡിങ്ങിന് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള സാരി വേണം, എനിക്ക് ഇപ്പൊ ഫ്ലവറിന് പകരം വേറെ എന്തെങ്കിലും ഡിസൈൻ വേണമെന്നൊക്കെയാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും. അവരുടെ ഡ്രീംസ് അല്ലേ? അതെ അതെ അതെ. അതുപോലെ തന്നെ ഇത് ഇത്രയും ഹെവി പീസ് ആണ് കേട്ടോ. ഇത് ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അതും 1 ഫ്ലീറ്റ് ഒക്കെ ഇട്ടാ പിന്നെ പറയേ വേണ്ട അല്ലേ? അതെ, ഓറഞ്ച് ആൻഡ് കോഫി കളറിൽ നല്ല മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയിൽ സ്ട്രൈപ്പിൽ വരുന്നത്. അതെ, ഫുൾ ബോഡി സ്ട്രൈപ്സ് ആയിരിക്കും. അതെ, ഇതാണ് ബോഡി പോർഷൻ വരുന്നത്. ആക്ച്വലി മുന്താണി വരുമ്പോൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ, പിന്നെ ബോർഡറിൽ ഫുൾ ഈ ഒരു വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് വിത്ത് ടെസൽസ് ആയിട്ട്. ഇതിൽ തന്നെ വേറെ വേറെ കളേഴ്സ് വരുന്നുണ്ട് അല്ലേ? എങ്ങനെയാ? ഇതില് കോഫി, ഓറഞ്ച്, ഗ്രീന്, മെറൂണ്, ആ ഒരു ഷെയ്ഡ് 2 കോമ്പിനേഷനിൽ മാത്രം ഞങ്ങൾ ഈ ഡിസൈനിൽ ഇറക്കിയിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ ഓൺ ഡിസൈൻസ്. ഈ ഒരു വർക്ക് ഫുൾ ട്രയാങ്കുലർ, ഒരു സിഗ്സാഗ് ട്രയാങ്കിൾ, എന്താ സംഭവം? ടെമ്പിൾ ഡിസൈൻ. ഒരു ഏകദേശം ടെമ്പിളിലൊക്കെ പെടും. ഇങ്ങനെയാണ് വർക്ക്. ഏകദേശം ടെമ്പിൾ ഡിസൈൻ, ഒരു ട്രയാങ്കിളാ, എന്തൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. കൊടുക്കുമ്പോൾ നമുക്ക് ബോട്ടം പോർഷനിൽ വർക്ക് വരുന്നുണ്ട് അല്ലേ? ഫുൾ. അപ്പൊ ഇതില് ബ്ലൗസ് ഇതുപോലെ തന്നെ മിക്കതും പ്ലെയിൻ തന്നെ ആയിരിക്കും, സാരിയില് ഡിപ്പെൻസ്. ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസും അതിലുണ്ടാവും. എന്തായാലും വിത്ത് ബ്ലൗസ് ആണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ സാരീസും വിത്ത് ബ്ലൗസ് ആണ്. ഇപ്പൊ ഞാൻ കൊടുത്ത സാരിയും വിത്ത് ബ്ലൗസ് ആണ്. ഞാൻ ഇത്ര നേരം ഒരുങ്ങി നിന്നിട്ട് ഈ സാരിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല കേട്ടാ. ഈ സാരി എലിഫന്റ് സാരിയാണ്. എലിഫന്റ് സാരിയില് മെറൂൺ ബോർഡറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സാരിയാണ്. ഇതിന്റെ കോഫി കളർ ഷെയ്ഡ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. 2 ഷെയ്ഡ് ഉണ്ട്. 2 ഷെയ്ഡ് ഉണ്ട്. മെറൂൺ ആൻഡ് നമ്മൾ മെറൂൺ ബോർഡേഴ്സിലാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത്. കോഫി കളർ ഷെയ്ഡിലാണെന്നുണ്ടെങ്കിൽ കോഫിയില് എലിഫന്റ്സ് വരും. ഇതിപ്പോ മെറൂൺ എന്റെ കയ്യിൽ ബ്ലൗസ് ഉള്ളതുകൊണ്ട് ഞാൻ മെറൂൺ എടുത്തത്. പക്ഷെ എന്നാൽ കോഫി ആയിരുന്നു എനിക്ക് ഇഷ്ടം. കാരണം എല്ലാരും മെറൂൺ ഗ്രീൻ ഒക്കെ അല്ലേ കൂടുതൽ. ഓണത്തിന് ആക്ച്വലി മെറൂണും ഗ്രീനും ആണ് കൂടുതൽ പേര് പ്രിഫർ ചെയ്യുന്നത്. അതെ, പക്ഷെ ഞാൻ അതാ വിചാരിച്ച കുറച്ച് കോഫിയിലേക്ക് പിടിച്ചാലോന്ന്, ബ്ലൗസിൽ ഉണ്ടായി പോയി. അതാണ് പ്രശ്നം. ഓക്കെ, ഡിജിറ്റലിന്റെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ. ഡിജിറ്റൽ ഇത് വരുന്നവര് ലെസ് കോസ്റ്റില് പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് പെയിന്റില് ലെസ് കോസ്റ്റില് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്ത് ഇറക്കിയൊരു ഡിസൈനാണ്. ഓ, ഫുൾ ഹാൻഡ് ബ്രഷില് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണിത്. ഇത് കോട്ടൺ ഹാൻഡ് ടിഷ്യൂ ഇത് കോട്ടൺ അല്ല. അപ്പൊ കോട്ടണും ടിഷ്യൂ മിക്സ് അല്ല, പക്ഷെ കോട്ടണും അല്ല. ഇത് പ്യുവർ കോട്ടണാ. ഇത് കോട്ടണാ. ടിഷ്യൂ കണ്ടില്ലേ, ബോഡി കളർ ഡിഫറൻസ്. അതെ അതെ, കളർ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇതിന് ചെറിയൊരു ഷൈനിങ് പോലെ ഫീലിംഗ് ഉണ്ടല്ലോ. അത് പുതിയതായിരിക്കുമ്പോ സാരിക്ക് ആക്ച്വലി മാനുഫാക്ചറിങ് വരുമ്പോ സാരി വീവ് ചെയ്ത് വന്ന ശേഷം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേജ് ഉണ്ട്. അപ്പൊ പ്രോസസ്സിംഗിന് പോകുമ്പോൾ സാരി ഷൈൻ ആവും, എന്നാലേ ഫോൾഡ് ചെയ്ത് നമുക്ക് നീറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാ ഫാബ്രിക്കും അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഒരു ബ്രഷ് പെയിന്റില് ഇതിന്റെ കുറെ ഡിസൈൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരെണ്ണം കണ്ടപ്പോ അങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു ഡിസൈൻസ് ഇത് സിമ്പിൾ ആയിട്ട് പ്ലെയിൻ. നമ്മുടെ ഈ ടീനേജുകാർക്ക് കൂടുതൽ ഇങ്ങനത്തെ സാധനമായിരിക്കും കൂടുതൽ പേര് അങ്ങനത്തെ സാരീസ് ആണ്. ഒരു ഏജ് 22-32 വരെയുള്ളവർ കൂടുതൽ പേര് ഇങ്ങനത്തെ സാരീസ് സിമ്പിൾ ആയിട്ട് മതി. അവര് ഈ ബ്ലൗസിനെ ഡിസൈൻ ചെയ്ത് അട്രാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അതാണ്. അപ്പൊ നമ്മളൊക്കെ വയസ്സായി എന്നാ പറഞ്ഞു വരുന്നത്. ഞാൻ കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കുറെ വർക്കൊക്കെ കയറ്റി ചെയ്ത് അപ്പൊ 30-ന്റെ മുകളിലേക്ക് പോയി നടത്താം.
ഓക്കെ, ഇത് നോക്കിയേ, ഇത് നമ്മൾ എപ്പോഴും കണ്ടുവരുന്നത് ടെമ്പിൾ ഡിസൈൻ ആണ്. അതില് പുതിയ ഇതില് ഇങ്ങനെ നോർമൽ ടെമ്പിൾ മാത്രമല്ല, ഈ താഴെയും നമ്മൾ ടെമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ പല്ലുവില് നമ്മളിങ്ങനെ ഒരു ക്രീപ്പർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതാകുമ്പോ ഉള്ളിലേക്ക് ടെമ്പിൾ വന്നിരിക്കണേ, ഇതാകുമ്പോ പുറത്തേക്കാണ്. ആ രണ്ട് വ്യത്യാസം ഉണ്ട്. അങ്ങനെ ടെമ്പിളിൽ തന്നെ എത്ര മോഡൽസ് വേണം അല്ലേ? പിന്നെ ഇതിന്റെ ഉൾപോഷനിൽ ആ ഒരു വർക്ക് തന്നെ അല്ലേ? ഇങ്ങനെ രണ്ട് കളറില്, രണ്ട് കളർ വേണമെങ്കിൽ കളേഴ്സും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ പിന്നെ ലോട്ടസ് ഡിസൈൻ ചോദിച്ചിട്ട്, അയ്യോ അത് ഇപ്പോഴും ട്രെൻഡ് അല്ലേ? പോലെ പിന്നെ അല്ല, അതായത് കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ട്രെൻഡിങ് ആയിരുന്നു. അതെ, അതായത് ഏകദേശം 3.25 കോടി 3.25 കോടിയുള്ള ഈ കേരളത്തില് ഒരു 50,000 to 2 ലക്ഷം പേര് മാത്രമേ ഈ താമരയുടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി അത്രയും പേരുണ്ട്, മനസ്സിലായില്ലേ? ആക്ച്വലി ഈ താമര എന്ന് പറയുന്ന സംഭവം സാരി മാത്രമല്ല, ഈ ഓണത്തിന്റെ സമയത്ത് കമ്മല്, മാല, എല്ലാതും ഈ ലോട്ടസിന്റെ ഡിസൈനിൽ ഭയങ്കര ട്രെൻഡ് ആയിരുന്നു കേട്ടോ. ആ ലോട്ടസ് എന്ന് പറയുമ്പോൾ ചെറിയ ലോട്ടസ് ആയാലും വലിയ ലോട്ടസ് ആ സമയത്തൊക്കെ ഭയങ്കര സംഭവമാണ്. അതെ, ഇത് നോക്കിയ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അത് ലോട്ടസ് ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അതിൽ കുറച്ച് വെറൈറ്റി ആണ്. എനിക്ക് ഇങ്ങനത്തെ ഇതിൽ കാണുന്നേക്കാളും കൂടുതൽ ഇതാ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. കാരണം എന്താണെന്നറിയാം, അതെ ഉടുത്തു വരുമ്പോൾ ഫുള്ളുണ്ട് വർക്ക്, ഇവിടുന്ന് ഇവിടം വരെ ഫുൾ വർക്ക് ഉണ്ട് അല്ലേ? ഫുൾ വർക്ക് ഉണ്ട്. അതേപോലെ ഇപ്പൊ മോം ആൻഡ് ഡോട്ടറിനെ ചോദിച്ചാൽ താമരയുടെ മോം ആൻഡ് ഡോട്ടറിനെ ചോദിക്കുമ്പോൾ എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരും? 1 മുതൽ 10 വരെയുള്ള കിഡ്സിന്റെ റെഡിമെയ്ഡ് ഉണ്ട്. ഇപ്പൊ താമര കണ്ടില്ലേ? ഇതിലേക്ക് ഇത് സെറ്റ് ആണല്ലേ? അതെ. മെൻസിന് താമരയുടെ ഡിസൈനുള്ള ഷർട്ട് ആൻഡ് ധോത്തി കോംബോ ഉണ്ട്, അതും ഇറക്കിയിട്ടുണ്ട്. അതും ഉണ്ട് സെറ്റ്. അപ്പൊ ആക്ച്വലി താമര മാത്രല്ല, നിങ്ങൾക്ക് ഏതായാലും അങ്ങനെ മോം ഡോട്ടർ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഞങ്ങളുടെ ഈ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്താൽ തന്നെ ഓരോ ഡിഫറെന്റ് സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ താമര ഡിസൈൻ എന്ന് വെച്ചാൽ ലേഡീസിന്റെ സെക്ഷനിൽ താമരയുടെ സാരീസോ എല്ലാം ഉണ്ടാവും. മെൻസിന്റെ സെക്ഷനിൽ അതേപോലെ താമരയുടെ ഷർട്ടും ഉണ്ടാവും. കിഡ്സിന്റെ സെക്ഷനിൽ അതേപോലെ താമരയുടെ അങ്ങനെ എടുത്ത് കാണിക്കും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇനി വിഷമം വേണ്ട, 2 ആൾ കുറവുണ്ടല്ലോ. ഫുഡ് കഴിക്കാൻ പോയിന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾക്ക് 2 ആളും അപ്പൊ എന്തായാലും 2 ആൾ മാത്രം വർക്കിങ്. അപ്പൊ ഷിഫ്റ്റ് പോലെ അവര് വന്ന് ഇവരിറങ്ങും, ഇവര് വന്ന് അവരിറങ്ങും, ആ ഒരു രീതി. അപ്പൊ എന്തായാലും അവരവിടെ വർക്ക് ചെയ്യട്ടെ. അപ്പൊ ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ചെക്ക് ഡിസൈനിൽ വരുന്ന കോട്ടൺ സാരി, കോട്ടൺ കം ടിഷ്യൂ, രണ്ടും ഈക്വൽ പ്രൊപ്പോർഷനിലാണ്. അതും എന്നാലും ഫുൾ ജെറി കയറിയിട്ടുണ്ട് അല്ലേ? ജെറി കയറിയിട്ടുണ്ട്, ഫുൾ വർക്ക് ഉണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ബോഡി ഫുൾ ഈ ഒരു വർക്ക്. പിന്നെ ഓവറോൾ ഇത് തന്നെയാ അല്ലേ? ചെക്ക്. പിന്നെ മുന്താണി വരുമ്പോ ഇങ്ങനെയാണ്, ഇതാ മുന്താണിക്ക് എല്ലാ പ്രാധാന്യം. എനിക്ക് തോന്നണ ഇതിന്റെ ഫുൾ ബോഡിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ട് എന്ന് വെച്ചാൽ ചെക്ക് തന്നെ വലുതും ചെറുതായിട്ട് സ്ട്രൈപ്പിലുണ്ട്, വലിയ ചെക്സ് ഉണ്ട്, ചെറിയ ചെക്സ് ഉണ്ട്, മൈക്രോ ചെക്സ് ഉണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ മേടിക്കാൻ ചിലർക്ക് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അയ്യോ ഇതിപ്പോ എങ്ങനെ മേടിക്കാൻ നമ്മുടെ സ്ഥലത്തേക്ക് എത്തോ? അതുകൊണ്ടാണ് നമ്മൾ ഈ വെബ്സൈറ്റ് ഈ സ്ഥലത്ത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കാണിക്കാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പേടി ഉണ്ടെങ്കിൽ തന്നെ വാട്സപ്പ് ചെയ്യാം, ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യണതും പോലും അറിയാത്തവരും ഉണ്ടാവും. അപ്പൊ അവർക്ക് നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൾ ചെയ്താലും മതി. നമ്മുടെ ടീം സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് എങ്ങനെ വേണേലും. അപ്പൊ അതിൽ കാണിക്കാത്ത കുറെ ഡിസൈൻസ് ഇവിടെ ഉണ്ട് ഇല്ലേ വെബ്സൈറ്റില്? പുതിയത് വന്ന് ഇനി അപ്ലോഡ് ചെയ്യാനുള്ള അങ്ങനത്തെ കുറെ ഡിസൈൻസ് നമുക്ക് ഇനിയും കാണാനുണ്ട്. ഇത് ചെറിയ ടൈനി ചെക്സ് പറഞ്ഞില്ലേ, ചെറിയ ചെക്സ്. ഇത് അതിന്റെ കുറച്ച് വലിയ ചെക്സ്. അതെ. ഈ ഡിസൈൻസ് അവിടെ കണ്ടില്ലേ എത്ര പീസസ് ഉള്ളത്? ബാക്ക് ടു ബാക്ക് ഉണ്ട്. ഇനി അതിന്റെ ഫുൾ താഴെയുണ്ട്. ഇത് ഫുൾ ഒരു ഒറ്റ ഡിസൈനിലല്ലേ? അപ്പൊ യൂണിഫോം സാരീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എത്ര പീസ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഫംഗ്ഷൻ ഒക്കെ വരാണെങ്കിൽ അതിലേക്ക് പറ്റിയിട്ടുള്ള, ഇപ്പൊ ആണാണോ പെണ്ണാണോ കുട്ടിയാണോ എന്നുള്ളൊരു വ്യത്യാസം വേണ്ട, എല്ലാവർക്കും ഞങ്ങൾ ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ? തീർച്ചയായും. ഇതില് ഈ സാരിയില് കൂടുതൽ ഡിമാൻഡ് ഉണ്ട്. അതായത് ഈ ഗ്രീനും മെറൂണും ഉള്ളത്, പീ ഗ്രീന്, ഈ ഒരു പേർപ്പിൾ കളർ ഉള്ളത്, റെഡ് ബ്ലാക്ക്, ഇത് ഈ ഒരു ഷെയ്ഡ്. അതെ, ഈ ഒരു ഷെയ്ഡ്. അതേപോലെ റെഡ് ബ്ലാക്ക്, അതേപോലെ ഓറഞ്ച് ബ്ലാക്ക് ഉണ്ട്. അത് ഇന്നലെ ഒരു കസ്റ്റമർ വന്നിട്ട് ഫുൾ എടുത്തു പോയി, ഒരു പീസ് പോലും വെക്കാതെ എടുത്തോണ്ട് പോയി. അപ്പൊ ഇതാണ് ഡിമാൻഡ് ഉള്ള ഹെവി ആയിട്ടുള്ള ഡിമാൻഡ് ആണ് അത്. ആ 2 കളർ കോമ്പിനേഷൻ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഒരു
ചെട്ടിനാട് സ്റ്റൈലില് അങ്ങനത്തെ ഒരു സ്റ്റൈലില് പെടുന്ന ഒരു പാറ്റേൺ ആണ് ഇത് വരുന്നത് അല്ലേ? ആ അല്ല ചെറുതായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി, അതുകൊണ്ടാണ് അത് എടുത്തത്. അപ്പൊ അതാണ് അത് ഫുൾ അങ്ങനെ മൂവിങ് ഉടുത്ത അടിപൊളിയായിരിക്കും. ഫുൾ മൈക്രോ ചെക്കും വലിയ ചെക്കും ഒക്കെ ആയിട്ട് വരുന്നതായതുകൊണ്ട്. അതല്ല നിങ്ങളുടെ ഈ വാഴ 3 അത് ഞാനാണ് ഇറക്കിയത്, അതെവിടെ പോയി? വാഴ 3 സ്റ്റോക്ക് തീർന്നുണ്ടാവണല്ലോ. അല്ല ഇത് ഇന്നലെ മിനിങ്ങാന്ന് വന്ന സ്റ്റോക്ക് ആയത് ഇവിടെ ഇരിക്കുന്നു. ഈ കുറച്ച് ഉള്ളത് വാഴ 3 പ്രിന്റിങ്ങിലാണ്. ഇനി പ്രിന്റിങ്ങിലാണ്. അപ്പൊ ഞാൻ പറയില്ലേ വാഴ എല്ലാവർക്കും വാഴ വേണം വാഴ. പക്ഷെ അത് നല്ല ട്രെൻഡാണ്, അതൊരു ഡിഫറെന്റ് ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇനി അതിന്റെ കൊല വെച്ച് ഇറക്കോ? അല്ല അതിലുണ്ട് ആക്ച്വലി ഒരു ഉള്ളിൽ അങ്ങനെ ഒരു ചെറിയ ഡിസൈൻ ഉണ്ട്, ഒരു മരത്തിന്റെ ഡിസൈൻ അങ്ങനെ ഉണ്ട്. ഓ ഓക്കെ. ഇനി എന്താ നമുക്ക് ആനനെ പിടിക്കാം? ആന ഇല്ലാത്ത നമുക്ക് ഓണം ഇല്ല എന്ന് പറഞ്ഞ മാതിരിയാ അല്ലേ? ഇത് ബലരാമപുരത്തിന്റെ ഒരു റെപ്ലിക്കയാണത്. മനസ്സിലല്ലേ? അപ്പൊ അവിടുത്തെ സാരിക്ക് ആക്ച്വലി ഇതൊക്കെ ഒരു 10,000-ന്റെ മുകളിൽ വരുന്ന സാരീസാ. ഇത് കുറവ് റേറ്റിൽ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ നമ്മൾ ചെയ്ത് ഇറക്കിയതാണ്. ഓ അവിടെ നിന്നൊക്കെ മേടിക്കുമ്പോ ആ റേറ്റ് വരും. പ്യുവറിന്റെ കാര്യം പറയണത് കേട്ടാ. അപ്പൊ അതിന്റെ ഒരു റിപ്ലിക്കാണ് നമ്മൾ ചെയ്തിരിക്കണത്. അത് നമ്മൾക്ക് ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല കുറച്ച് വില കൂടിയ സാരികളൊക്കെ കൊടുക്കണം എന്ന്. അത് ആനയുടെ സാരി, അതേപോലെ മാന്റെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ മാനുണ്ട്, താമര ഡിസൈൻ, ആന എന്തൊക്കെ വേണം, താമരയുടെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ താമര. അപ്പൊ ഡിസൈൻസ് ഇഷ്ടം പോലെ ഇറക്കിയിട്ടുണ്ട്. ഇവരുടെ പേരാണ് haraadi.com. അപ്പോൾ പിന്നെ കോട്ടണില് ടെമ്പിൾ ഡിസൈനിൽ ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. എത്ര ഒക്കെ പറഞ്ഞാലും എനിക്ക് ഇങ്ങനെ ഈ ഒരു ടെമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പ വീഴും. അതെല്ലാവർക്കും അങ്ങനെയാണ്. പണ്ടേ തൊട്ട് ഒരു ടെമ്പിൾ കുറെ പേര് ബ്രോഡ് ആയിട്ടുള്ള ടെമ്പിൾ വേണമെന്ന് എൻക്വയറി ചെയ്തിട്ടുണ്ട്. നമ്മളിത് ബ്രോഡ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കണ്ടോ ടെമ്പിളിൽ വരുന്നത് കേട്ടോ. അത്യാവശ്യം ബോർഡറിൽ തന്നെ നമുക്ക് ചെറിയ ഇഞ്ചിന്റെയും വലിയ ഇഞ്ചിന്റെയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറുത് ഉണ്ട്. പിന്നെ ഇതാണ് ഇതിന്റെ മുന്താണി പോഷൻ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ. ഇത് ഓണത്തിന് തന്നെയല്ല കേട്ടോ, കല്യാണത്തിന് കൊടുക്കാനാണ് ഞാൻ ചിന്തിക്കണത്. ഓണം എവിടെ കിടക്കണില്ല. പിന്നെ ഓറഞ്ച് കളർ, ഓറഞ്ചില് ഫുൾ ഒരു ജക്വാർഡ് സ്റ്റൈൽ ഡിസൈൻ, ജക്കാർഡ് വർക്ക് ആണ്. ഫുൾ ഇതിലിപ്പോ ഓറഞ്ചും അത്യാവശ്യം നല്ല മൂവിങ് ആട്ടോ. ബോഡിക്ക് പ്രത്യേകത എന്താന്ന് വെച്ചാല് ഡബിൾ ഷെയ്ഡ് ആണ് ഇതിന്റെ വരുന്നത്. അതായത് ഗോൾഡനും ഉണ്ട് ഓറഞ്ചും ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് വരുന്ന ബുട്ടാസ് ആണ് ഇതിന്. 1 ലെയർ ഓറഞ്ച് 1 ലെയർ ഗോൾഡ് അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ വേറൊരു സാരി ഉണ്ടായിരുന്നില്ലേ ചെമ്പകപ്പൂ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടോ? ആ ചെമ്പകപ്പൂവിന്റെ വേറെ പുതിയ സൺഫ്ലവറിൽ നമ്മൾ ഇറക്കിയ ഒരു പുതിയ ഡിസൈൻ. അതെ, ഹാൻഡ് പെയിന്റഡ് വിത്ത് എംബ്രോയിഡറി. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഒരു ട്രെൻഡില്. ഓ ഇതും കാണാൻ അടിപൊളിയാട്ടാ, എന്താ ഭംഗിയില്ലേ. എല്ലാം ഹാൻഡ് പെയിന്റ്. അല്ലെങ്കിൽ ഈ ഹാൻഡ് പെയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വർക്ക് പോവോ? മീൻസ് ഇതെല്ലാം ഫാബ്രിക് പെയിന്റ്സ് ആണ്, ക്വാളിറ്റി പെയിന്റ്സ് ആണ്. അതല്ലേ. എന്നാലും നമുക്കൊരു ഡൗട്ട് തീർക്കണ്ടേ, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കണ്ടേ. അപ്പൊ അത്യാവശ്യം നല്ല വർക്കാണ് ഇതിലും ഓവറോൾ. പിന്നെ ആ ഒരു ബോർഡർ പോർഷനിലും നല്ല വർക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. താഴത്തെ പോർഷൻ കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഫ്ലവർ, സൺഫ്ലവറിന്റെ ഡിസൈൻ. സൺഫ്ലവറിന്റെ അതേപോലെ ഒരു വയലറ്റ് ഫ്ലവർ ഉണ്ട്. അത് റോസാപ്പൂവാണോ? ആണോ? പക്ഷെ റോസാപ്പൂവൊക്കെ ഏതൊക്കെ കളറിൽ ഇറക്കി തുടങ്ങി നോക്ക്. വൈലറ്റ്, യെല്ലോ. കുറെ ചെക്ക് ഡിസൈൻസ് വേണമെന്ന് പറയുന്നവർക്ക് ചെക്കിൽ തന്നെ പല പാറ്റേണില് നന്നായിട്ടുണ്ട് കേട്ടോ. ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇല്ലാത്ത കുറച്ച് കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റി. ഇനിയും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയാൽ വീണ്ടും പറയാം, എല്ലാം ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം കുറെ അപ്ലോഡിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന് തന്നെ ചെറുത്, വലുത്. എനിക്ക് വലുതാ ഇഷ്ടമായിട്ടോ. പക്ഷെ വലുതാ, പക്ഷെ നല്ല ഇതില് ഇത് നന്നായി പോകണ്ടല്ലേ. അല്ല പിന്നെ ടെമ്പിൾ എന്ന് പറയുമ്പോ തന്നെ നമ്മള് പെണ്ണുങ്ങൾക്ക് ആ ഒരു പ്രത്യേക ഹരാണ്. അത് പണ്ടേ തൊട്ടിട്ട് ആ ഒരു ടെമ്പിൾ നമ്മൾ ട്രഡീഷണൽ ഈ പറയില്ലേ മറൂൺ ഗ്രീൻ, ഈ 2 ഷെയ്ഡ് പോലെയാണ് ഈ ഒരു ടെമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലങ്ങോട്ട് പതഞ്ഞു. അതാണ് ഇതാ. ഓ സ്ട്രൈപ്പിന്റെ അല്ലേ, ഫുൾ സ്ട്രൈപ്പ്. എത്ര പീസ് വേണം നോക്ക്. എത്ര പീസ് വേണം. ഇത്ര അധികം കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട് ഇവര് നമുക്ക് വേണ്ടി. അത് പിന്നിൽ ഇനിയും പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുൾ ഇവിടെ മാത്രല്ല, ഇതിന്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫുൾ ഈ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഈ ഒരു സ്ട്രൈപ്പ് മാത്രമേ ഉള്ളൂ. അതിന്റെ ലുക്ക് നമുക്ക് നോക്കാം. ലുക്ക് വരുന്നത് ഇതാ ഇങ്ങനെയായിരിക്കും. ഫുൾ ബോഡി. ഇതില് ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇടാം. ഇനിയിപ്പോ സാരി കൊടുത്ത് മടുത്തു കഴിഞ്ഞാൽ
പാവാട ബ്ലൗസ് തയ്ക്കുക, വേറെ എന്തെങ്കിലും മോഡൽ തയ്ക്കുക, ചുരിദാർ തയ്ക്കുക അല്ലേ? എന്ത് വേണമെങ്കിലും കാരണം ബോർഡർ ഇല്ലല്ലോ, സുഖാണ്. ഒന്നും പറ്റിയില്ലെങ്കിൽ ആണുങ്ങൾക്ക് തോത്തിയേറ്റ് കൊടുക്കാം. ഒരു ടിപ്പ് തന്നതാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഈ അപ്പുറത്തെ സൈഡൊക്കെ ഒളിപ്പിച്ച് വെച്ച സംഭവം ഒന്ന് കാണണ്ടേ? ഇവിടെ അത്യാവശ്യം ഈ ആനയുടെ ഡിസൈനും കൂടി ഒന്ന് കാണുന്നുണ്ട്. ഇത് പ്രിന്റ് അല്ലേ? ഇത് പ്രിന്റ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രിന്റ് കേട്ടോ. ഇതേപോലെ തന്നെ ഒരുപാട് പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം. ആന എന്നാ നീലിയായേ? അതൊരു ചോദ്യമാണ്, ചോദ്യചിഹ്നമാണ്. മഹിമ എന്താണ്? ഭയങ്കര ബിസിയാണ്. ഞങ്ങൾ വന്നിട്ടൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. നിങ്ങള് വീഡിയോയുടെ ഞാൻ ഡിസ്റ്റർബ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ നോക്കുന്നില്ല. അപ്പൊ എന്നെ അവോയ്ഡ് ചെയ്ത് കുറച്ചു മുന്നേ ഞാൻ വിളിച്ചപ്പോ. ഇപ്പൊ അങ്ങനെയായ അപ്പൊ മൈൻഡ് ചെയ്യാം. ഞാൻ എടുക്കാം മൈൻഡ് ചെയ്യിപ്പിക്കാം. ഇപ്പൊ വാ ഇറങ്ങ്. അങ്ങനെ ഇപ്പൊ അങ്ങനെയായ അതിപ്രതിയായ വാ. അപ്പൊ എന്തായാലും ഇനി ആളെ വെച്ച് തന്നെ ചെയ്യിപ്പിക്കാം. അപ്പൊ ഒന്ന് പറഞ്ഞോ. ഇത് നമ്മുടെ ലേഡീസ് ഏറ്റവും ഈ ടെമ്പിൾ ഡിസൈൻ പോലെ ചോദിച്ചു വരുന്ന ഒരു ഡിസൈനാണ് പോൾക്ക ഡോട്ട്. അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഗോൾഡൻ പോൾക്ക ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു സാരി, നല്ല സിമ്പിളായിട്ടുള്ള സാരി. ഇതിൻ്റെ കൂടെയൊക്കെ ഗോൾഡൻ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ആളൊരു ടിപ്പ് തരുന്ന ആളും കൂടിയാണ്. ഞാൻ ചാനൽ എടുത്ത് നോക്കി. ഇപ്പൊ ഈ സാരിക്ക് ഈ ബ്ലൗസ് ഇടണം, ഈ സാരിക്ക് ആ ബ്ലൗസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ടിപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ആൻഡ് ഇതൊരു ബ്രൈഡൽ സാരിയാണ്. നല്ല ഹെവി പ്രിന്റ്സ് ഒക്കെ വരുന്നിട്ടുള്ള, പ്രിന്റ് അല്ല പ്രീമിയം ജക്കാർഡിൽ നെയ്തിട്ടുള്ള സാരിയാണ്. ആന ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ത്രൂ ഔട്ട് ദ ബോഡി ഇതുപോലെ വരുന്നുണ്ട്. ആൻഡ് ഇതാണ് ഹൈലൈറ്റ്. നമ്മുടെ വെഡ്ഡിങ് സാരീസിൽ കൂടുതൽ കസ്റ്റമേഴ്സും പ്രിഫർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ബലരാമപുരം ബോർഡേഴ്സ്. ഈ ബോർഡേഴ്സിനെ പറയുന്നതാണ് ബലരാമപുരം ബോർഡേഴ്സ്. ഈ കളർ ചേഞ്ച് ഒന്നും വരില്ല. ഈ കളറിലുള്ളതാണ്, ഒരു മാംഗോ യെല്ലോ ഷെയ്ഡിൽ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതാണ് ബലരാമപുരം. അപ്പം നിങ്ങൾ നോട്ട് ചെയ്യുക, ബലരാമപുരം കസവ് സാരീസിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് ഇത്. ഒരു ടിപ്പ് അടുത്തത്. അത് ഈ അവിടുത്തെ സാരീസിന് മാത്രമേ ഉണ്ടാവുള്ളൂ? നോർമലി ഉണ്ടാവാറുണ്ട്. ഇതാണ് ബലരാമപുരം സാരി. ഇത് ഉണ്ടായിട്ടും വരും, ഇല്ലാണ്ടേയും വരും, പ്ലെയിനും വരും. നോർമൽ ഈ സാരീസിലൊക്കെ ഈ വൈറ്റ് കാണുന്നില്ലേ, ഇതുപോലെയും വരും, ഇതുപോലെയും വരും. ഓക്കെ. ആൻഡ് ഇത് ഒരു വമ്പൻ സാരിയാണ്, വലിയൊരു. ഇതിപ്പോ ഞാൻ ആനേരിയാണല്ലേ, ഇത് കഥകളിര. ഇതാണ് പല്ലു പോർഷൻ. പല്ലുവിൽ നല്ല വലിയ കഥകളി ഡിസൈൻ, മ്യൂറൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അയ്യോ, ഇതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചത്, പക്ഷെ അത് തന്നെ പുറത്തേക്ക് ചാടി വന്നപ്പോൾ. ഇത് ബ്ലൗസാണ് ഈ സാരിയുടെ. അതിലും ഫുൾ ആ ഒരു പ്രിന്റ് ഉണ്ട് അല്ലേ? യെസ്, ഫുൾ കഥകളി ഡിസൈൻ ആണ് ഇതിൽ ചെയ്തിരിക്കണത്. അത് എനിക്ക് ബ്ലൗസാണ് മെയിൻ ഇഷ്ടമായത്. എനിക്ക് തോന്നണം എനിക്ക് ആ ബ്ലൗസിനേക്കാളും നല്ലത് ഇതിൽ വേറെ ഏതെങ്കിലും ബ്ലൗസ് ആയിരിക്കും മാച്ചാവുക. അതെ, ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മെറൂൺ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ്, ഗ്രീൻ ഒക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. നല്ലൊരു കോൺട്രാസ്റ്റ് ഹൈലൈറ്റ് ഇട്ട് കാണിക്കും. ഇനി ഇതിന്റെ എന്താ പറയാ, വലിപ്പം കുറവ് തോന്നിയെന്ന് വെച്ചാൽ വലിപ്പമാണെങ്കിൽ കൂട്ടിക്കണെങ്കിൽ അതെ, നമുക്ക് സ്ക്രീൻ എത്ര വലുത് വേണമെങ്കിൽ ഉണ്ട്. ഇതുവരെ വേണോ, പല്ലു പോർഷൻ ഫുള്ള് വേണോ, ഒരു കഥകളി നിറച്ചു തരാം, പ്രശ്നമില്ല. കസ്റ്റമൈസ് ചെയ്ത് തരും. അല്ല, ഒരെണ്ണം മാത്രം ഞങ്ങള് ഫോക്കസ് ചെയ്യുന്നില്ല, ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. ഇത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് കണ്ടായിരുന്നോ? ഇല്ല അല്ലേ? ഇത് പുതിയ മോഡലാണ് അല്ലേ? ഇത് ഇപ്പൊ ഞങ്ങൾ ഇറക്കിയതാണ്. മുന്നേ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വട്ടം നിങ്ങൾ വന്നപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇപ്പൊ വന്നിട്ടുള്ള, ഇന്നലെ വന്നിട്ടുള്ള സ്റ്റോക്കാണ്, പുതിയ സ്റ്റോക്ക് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് കണ്ടോ, ഒരു തേര്, നമ്മുടെ എന്താ പറയാ, രഥം, ആ ഒരു തീമിലാണ്. രാജാക്കന്മാരുടെ ഇതൊക്കെ പോണതിന്റെ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മള് ലൈവായിട്ട് കണ്ടിട്ടില്ല. ലൈവായിട്ട് ഇവിടെ കാണാം. അതെ, എന്താണെങ്കിലും നമ്മളെ ഹറാദിയിലുണ്ട് കാണാൻ. അതെ, കാണാൻ കുറെ എടുക്കുന്നു. ബോഡി പോർഷനാണെങ്കിലും ഇതേപോലെ ബോർഡേഴ്സ് വരുന്നുണ്ട്, ഫുൾ ബോഡി ബുട്ടാ വർക്ക്സും വരുന്നുണ്ട്, വിത്ത് ബ്ലൗസോട് കൂടിയുള്ള സാരിയാണ്. പിന്നെ ഹറാദിയിൽ നിങ്ങൾക്ക് ബ്ലൗസ് തപ്പി പോകേണ്ട ആവശ്യമില്ല, എല്ലാ സാരിയും റണ്ണിങ് ബ്ലൗസോട് കൂടിയുള്ള സാരിയാണ്. പിന്നെ റണ്ണിങ് റെഡിമെയ്ഡ് ബ്ലൗസസ് ഉണ്ട്. അതെല്ലാം ബ്ലൗസസ് സെറ്റ് ആവുന്നില്ല, എനിക്ക് ബ്ലൗസ് തയ്പ്പിച്ചാൽ മതി, എനിക്ക് മെറ്റീരിയൽ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ മാത്രം ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഉള്ളത് മാത്രം വെച്ചാൽ കേരള ട്രഡീഷൻ മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് മെയിൻ. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ ടെമ്പിൾ ഡിസൈൻ ഉണ്ട്. ഇത് നമ്മുടെ ലേഡീസിന്റെ ടെമ്പിൾ ആൻഡ് പോൾക്ക. നമ്മുടെ എണ്ണ എവിടെയാന്ന് ചോദിച്ചാൽ എണ്ണേനെ കണ്ടില്ലായിരുന്നു. അതേ നിക്കണോ എണ്ണ? അപ്പുറത്ത് നിന്ന എന്തായാലും തൊട്ടപ്പുറത്ത് നിക്ക്, മൈമേരെ അപ്പുറത്ത് നിക്ക്. ഇവിടെ വരൂ, ഞങ്ങളുടെ റീലിന്റെ താരാണ് പോരെ എന്ന് പറഞ്ഞ. ആ റീല് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടെ ആ ഒരു റീല്. അപ്പൊ ഹരാദിന്ന് അടിച്ച് കിട്ടും, അല്ലെങ്കിൽ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയാൽ മതി.
അപ്പൊ പറയണ്ട മക്കളെ പോരെന്ന് പറയ് പറയാ ആ പറയ് മക്കളെ പോലെ. ശരി, ഓക്കെ. ഈ സാരി എന്ന് പറയുമ്പോൾ ബ്രൈഡൽ സാരിയാണ്. അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലേഡീസ് എല്ലാം പ്രിഫർ ചെയ്യുന്ന ഒരു ഡിസൈനാണ് ടെമ്പിൾ ആൻഡ് പോൾക്ക. ഇതാണ് ഇതിൻ്റെ പല്ലു പോർഷൻ. അങ്ങനെ ഒരു ടെമ്പിൾ ആൻഡ് പല്ലുവിൽ കോമ്പിനേഷൻ വരുന്ന സാരിയാണ് ഇത്. നല്ല ടിഷ്യൂല് നെയ്തിട്ടുള്ള സാരിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇത് പല്ലു പോർഷൻ വിത്ത് ടസൽസ് ആൻഡ് ബോഡിയിലാണെങ്കിലും ഇതേപോലെ ടെമ്പിൾ വർക്ക്സ് പോൾക്ക ഡിസൈൻസ് ആണ് വരുന്നത്. നല്ല ഉടുത്ത അതിന് അത് അടിപൊളിയായിരിക്കും. പറയണ്ട, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് അതെ ഈ ടെമ്പിൾ പോൾക്ക ഭയങ്കര അതെങ്ങനെയല്ല പെണ്ണുങ്ങൾക്ക് ഇത്ര ഇഷ്ടം തന്നെ. എത്ര വേറെ കണ്ടാലും നമ്മളെന്താ വെച്ചാൽ ചെറുപ്പം തൊട്ട് ഈ ഒരു ഡിസൈൻ തന്നെ കാണുമ്പോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അതിനോട് ഒരു പ്രത്യേക വേറെ എന്ത് ഡിസൈൻ എന്താ വലിയ ഡിസൈൻ വന്നാലും പ്രത്യേക ഒരു ഇഷ്ടം അതിനോട് വന്നു തുടങ്ങി. ഇത് നമ്മുടെ അക്ഷരമാല. ഇത് ABCD ഇറക്കായിരുന്നു കേട്ടാ. ABCD ഞങ്ങൾ അടുത്ത പ്രാവശ്യമല്ല ഇപ്പൊ നെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതെ, പിന്നല്ല പറയേണ്ട താമസമുള്ളൂ. അപ്പോഴേക്കും സെറ്റാണ്. ഹിന്ദിയിൽ അക്ഷരങ്ങളുണ്ട്, ഇംഗ്ലീഷില് എല്ലാം ലോഞ്ച് ചെയ്യുന്നുണ്ട് പ്രാവശ്യം. ഓക്കെ, ഇതാണ് ഫുൾ എംബ്രോയിഡറി, ഗോൾഡൻ എംബ്രോയിഡറീസ് ആണ് വരുന്നത്. എംബ്രോയിഡറി ആട്ടാ, പ്രിന്റ് അല്ല, എംബ്രോയിഡറി ഓവറോൾ ഉണ്ട് അല്ലേ? അതെ, ഫുൾ ബോഡി ഇപ്പുറത്തുണ്ട്. ഫുൾ ബോഡിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓവറോൾ ഫുൾ വർക്ക് ഉണ്ട്. ഓക്കെ, ഇത് കോട്ടണിലാണ് മെയിൻ ആയിട്ട് ഭംഗി ഉണ്ടാവുക. ടിഷ്യൂ ആകുമ്പോ വലിയ ടിഷ്യൂല് ഗോൾഡൻ കളർ എംബ്രോയിഡറീസ് തന്നെ കൊടുത്താല് അത്രയ്ക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണില്ല. അതിൽ വേണമെങ്കിൽ നിങ്ങൾ കളറിൽ വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. ഇത് അടിപൊളി നമ്മുടെ സ്വാൻ ഡിസൈൻ. ഇതൊരു രസമായിട്ടുണ്ട്. ഇത് വീവിങ് തന്നെയല്ലേ? അതെ, ഞാൻ തൊട്ട് നോക്കാം. ഇത് ഒട്ടിച്ചു വെച്ചിരിക്കണത് അല്ല, ഇത് ജക്കാർഡിൽ വരുന്ന സാരിയാണ്. അതായത് നെയ്യുമ്പോ തന്നെ നമ്മള് തറിയില് വീവ് ചെയ്തെടുക്കുന്നതാണ്. യെസ്, ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ. ആൻഡ് ബോഡിയിലാണെങ്കിലും ഇതുപോലെ സ്വാൻ ഡിസൈൻ. ഇത് ആക്ച്വലി ഇങ്ങനെയായിരിക്കും വരിക അല്ലെ ലുക്ക്. അപ്പൊ ആക്ച്വലി ഓവറോൾ ഫുൾ ഉണ്ട്. ഇത് ഇത്ര ഭാഗം കുത്തിരി പോകൂലേ, ഉള്ളിലേക്ക് പോകൂലേ. പിന്നെ ബാക്കിയുള്ള അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ വർക്ക്. ഇതിന്റെ കണ്ണില് ഒരു കളർ ഷെയ്ഡ് ഉണ്ട്, ഒരു ലാവൻഡർ ഷെയ്ഡ്. ഇതേപോലെ 4 to 5 ഡിഫറെന്റ് കണ്ണിൽ ഇങ്ങനത്തെ ഷെയ്ഡ് വരുന്ന കളേഴ്സ് ഉണ്ട്. അതായത് യെല്ലോ, ഓറഞ്ച്, റെഡ്, പിങ്ക്, ലാവൻഡർ, അങ്ങനത്തെ കുറെ കളർ ഷെയ്ഡ്സ് ഉണ്ട്. അതിലാണ് നമ്മൾ ബ്ലൗസിന്റെ കളർ തീരുമാനിക്കേണ്ടത്. കണ്ണിലാണ്. ഈ സ്വാൻ മാത്രം സെലക്ട് ചെയ്താൽ പോരാ, കണ്ണും കൂടെ സെലക്ട് ചെയ്യണം. എന്നാ മാത്രമാണ് ബ്ലൗസ് മാച്ചിങ് കിട്ടണമെന്ന്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ? അല്ല, നേരത്തെ നമ്മൾ കണ്ടത് അവിടെ ഒരു അത് വേറെയാണ്. ഇവിടെ ഉണ്ട്, അത് വേറെ, ഇത് വേറെ. ഞാൻ ഏകദേശം അതിലത്തെ പോലെ ഫീലിംഗ് തോന്നി. അതല്ല മാറ്റാണ്. പക്ഷെ കളർ കോമ്പിനേഷൻ അടിയായിട്ടുണ്ട്. താമര പിടിച്ചോ? അതും നല്ല എന്താ പറയാ, കളർ ഷെയ്ഡ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അതിന് വേറൊരു കളർ. അപ്പൊ എത്ര കളർ ഷെയ്ഡ് വരുന്നുണ്ട്? ഇത് 2 കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഒരെണ്ണം ലാവൻഡർ പർപ്പിൾ ഷെയ്ഡില്, പക്ഷെ കാണാൻ എന്താ ഭംഗിട്ടാ, പിങ്കിഷ് ഡ്വൽ. അതെ, ആണുങ്ങൾക്ക് കാണുമ്പോ ഇത് ഇഷ്ടപ്പെടുള്ളൂ, പക്ഷെ പെണ്ണുങ്ങൾക്ക് കാണുമ്പോ അതാ ഇഷ്ടപ്പെട്ടെ. അതെന്താ അങ്ങനെയെന്നറിയോ? ഈ മറൂണിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പിങ്ക് ഇഷ്ടപ്പെടും. അതെ, അതാണ്, വേറൊന്നിനോടല്ല. നമുക്ക് ഏത് കളറായിരുന്നു ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്. കളർഫുൾ ആണെന്ന്. എന്റെ കടയല്ല, എന്റെ സാധനങ്ങളല്ല, അപ്പൊ എനിക്ക് എല്ലാം ഇഷ്ടപ്പെടൂലോന്ന്. അതെ, ഇത് ഒരു ഹിറ്റ് സാധനമാണ് കേട്ടോ. ഇപ്പൊ ചൂടോടെ എന്ന് പറയുന്നില്ലേ, ചൂടോടെ എത്തിയ സാധനം. ഞങ്ങളുടെ തൃശ്ശൂര് പറയണ പോലെ വെള്ളപ്പങ്ങാടി ചൂട്ടോടെ വെള്ളപ്പം ഇങ്ങനെ അതന്നെ മറച്ചിടുക. അതെ, എന്നാ പിടിച്ചോ, മറച്ചിടാ. ഇതുണ്ടോ, ഇത് ലോട്ടസ് ആണ്. ഇങ്ങനത്തെ ലോട്ടസ് ഈ കളറിലുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് എന്റെ ഐഡിയ ആണ്. ഉണ്ട്. ഓക്കെ, ഞാനത് കണ്ടിട്ടില്ല. ആണല്ലേ? ഉണ്ട്, അതുണ്ട് നമ്മുടെ ഹറാദിയിൽ. അല്ല, കണ്ടോരുണ്ടെങ്കിൽ അവര് കൊണ്ടുവരട്ടെ. അതെ, അതെ, കണ്ടോര് കൊണ്ടുവന്ന ഈ സാരി ഫ്രീ. അത്രേ ഉള്ളൂ. സെറ്റ്. ഇതേ കളറിൽ താമര നിങ്ങൾ കൊണ്ടുവന്ന ഫ്രീ. ഈ സാരി ഒന്നുകൂടി പറഞ്ഞ, താമര ഇതേ കളറിൽ കൊണ്ടുവന്നാല് നിങ്ങൾ ഇവിടെ ഹറാദിയിൽ എത്തിച്ച ഈ സാരി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. അതും ഒറിജിനൽ താമരാട്ടാ. അതെ, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് കളർ അടിച്ചുകൊണ്ടിരുത് കേട്ടാ. അതെ, ഒറിജിനൽ. അതെ, ഇതൊരു നമുക്ക് എന്താ പറയാ, സ്റ്റിക്കർ വർക്ക് അല്ല, ഒരു പ്രിന്റും അല്ല, അങ്ങനത്തെ ഒരു നമ്മുടെ ജേസിയിലൊക്കെ നമ്മൾ കാണില്ലേ,
ആ ടൈപ്പ് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ജേഴ്സിയിലൊക്കെ ബാക്കിലൊക്കെ ഇങ്ങനെ നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യില്ലേ, അത് നമ്മൾ എത്ര വാഷ് ചെയ്താലും പോവില്ല, കംപ്ലൈന്റ് വരില്ല. അതിന്റെ ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. ആ ഗ്ലോസി ഫീൽ എല്ലാം അട്രാക്റ്റീവ് ആയിരിക്കും. അതൊന്ന് ഇത് അടുത്ത് വന്ന് നോക്കുമ്പോൾ അതിന്റെ ആ ഒരു സ്റ്റിക്കർ വർക്ക് എന്നാ ഇതിനെ പറയാ അങ്ങോട്ട്. അതെ, ഈ ഇതിന് സ്ക്രീൻ പ്രിന്റും അല്ല, അതുമല്ല ഇതുമല്ല. ഇതിപ്പോ ഇത്തിരി ട്രെൻഡ് കൂടുതൽ നിൽക്കുന്ന ഒരു സംഭവം. ഇതില് ഡബിൾ മുണ്ടൂസ് വരുന്നുണ്ട്, ഷർട്ട്സ് വരുന്നുണ്ട്, അങ്ങനെ കുറെ വരുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചില്ലേ ചെമ്പകപ്പൂ, ചെമ്പകപ്പൂവിന്റെ വേറെ ഒരു ഫ്ലവർ ആണ് ഇത്. ചെമ്പകപ്പൂ അല്ല, വേറെ ഒരു പൂ. ഇത് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് കാണിച്ച ഒരു സംഭവം. അതെ അതെ, കറക്റ്റ്. ഇത് കണ്ടോ, അതേപോലെ കളർ കോമ്പിനേഷനിൽ യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ വരുന്ന ഒരു എംബ്രോയിഡറി സാരി. അപ്പൊ ഈ പ്രാവശ്യം സ്പെഷ്യാലിറ്റി എന്ന് പറയാനായിട്ട് കുറെ ഉണ്ട്. ഇനിയും രാത്രി ബണ്ടില് വരും. ഇതേപോലെ താഴെ കിടക്കുന്നില്ലേ, നിങ്ങൾ കണ്ടില്ലേ, കൊനിച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെക്കുമ്പോ തന്നെ എന്താ ആ ഒരു കളർ കോമ്പിനേഷൻ വരുമ്പോ തന്നെ നോക്കി ഇങ്ങനെ നിവർത്തി കൈ നിവർത്തി കണ്ടാ ആ കളർ കോമ്പിനേഷൻ വരുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഫേസിലേക്ക് ആ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് ഈ കളറിന്റെ ഇതോട്. അടിപൊളി സെറ്റ് സെറ്റ്. ഇത് ഞാൻ കൊണ്ടുപോയി. ഓ, ഈ നമ്മുടെ ലേഡീസ് എന്താ ബോർഡറിൽ മാത്രം ഡിസൈൻ, എന്താ ബോഡിയിൽ ഇല്ലാത്ത, അങ്ങനെ കുറെ പേര് ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ബോഡിയിലും ഡിസൈൻ, ബോർഡേഴ്സിലും ഡിസൈൻ അങ്ങനെ ആക്കി. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ അതിന് റേറ്റ് മാറ്റം വരില്ലേ? ഇല്ല, അതേ റേറ്റിൽ നമുക്ക് എന്ത് മാക്സിമം കുറയ്ക്കാൻ പറ്റും അത്രയും കുറച്ച് മാക്സിമം പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. സേലത്താണ് ഇവരുടെ മെയിൻ പ്രൊഡക്ഷൻ നടക്കുന്നത്. പിന്നെ എവിടേക്ക് നമ്മുടെ കുത്താമ്പുള്ളിയിലുണ്ട്, ബലരാമപുരത്തും ഉണ്ട്. അങ്ങനെ പല പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണ് ഞങ്ങൾക്കുള്ളത്. യൂണിറ്റ്സിൽ സാധനങ്ങൾ ചെയ്ത് ഇവിടേക്ക് ഇറക്കുന്നു. പിന്നെ 365 ഡേയ്സ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഈ ഓണത്തിന് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ അല്ല, ഓണായാലും വിഷു ആയാലും തന്നെയല്ല, 365 ഡേയ്സ് ഇവര് ഇവിടെ സാധനങ്ങളും ഉണ്ടാവും. നമുക്ക് എപ്പോ വേണമെങ്കിലും വരാം. കസവ് സാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ഓർമ്മ വരേണ്ടത് ഹറാദി എന്നുള്ള പേരായിരിക്കണം. ഇതും ഒരു എംബ്രോയിഡറി സാരിയാണ്, ഒരു ഫ്ലോറൽ എംബ്രോയിഡറി സാരി, ഫുൾ വർക്ക് അല്ലേ? യെസ്. പക്ഷെ ഇത് ഇങ്ങനെ എംബ്രോയിഡറി അല്ലേ? ഇത് എംബ്രോയിഡറി ആണ്. ഈ മറൂൺ കാണുന്നത് എംബ്രോയിഡറി ആണ്, അത്രയും ഫിനിഷിംഗ് ആണ്. ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരിക്കണത്. എനിക്ക് കണ്ടാ എംബ്രോയിഡറി ആണ്. എനിക്ക് ആ ഫിനിഷിങ്ങിനോടാണ് കാണിക്കാനായിട്ടുള്ള ഒരു ഇത്. നമ്മളിങ്ങനെ കാണിക്കുമ്പോ ഇത് എംബ്രോയിഡറി ആണോ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ കളർ ഷെയ്ഡ്സ് നമ്മൾ കുറേ ഉണ്ട്. പീ ഗ്രീൻ ഉണ്ട്, മെറൂൺ ഉണ്ട്, അങ്ങനെ കുറേ കളർ ഷെയ്ഡ്സ് ഉണ്ട്. ഇതിലും ഉണ്ട് നമ്മുടെ ടെമ്പിൾ. അതെ, ടെമ്പിൾ വിട്ടിട്ടുള്ള കളി ഫുൾ ചെക്കില്. അതെ, ഇപ്പോ നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്ന മൈക്രോ ചെക്ക് ഡിസൈൻസ് ആണ്. അതായത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചെക്ക് ഡിസൈൻസ്. ഇതിനേക്കാളും ചെറുതില്ലേ? ഉണ്ട്. എത്ര സിമ്പിൾ ആയിട്ട് വേണോ അതോ വലുത് വേണോ, എല്ലാം അവൈലബിൾ ആണ് ഹറാദിയില്. ഇതില് ബോർഡേഴ്സിന്റെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഗ്രീൻ ആണെങ്കിൽ ഇത് ഗ്രീൻ ആൻഡ് ഗോൾഡൻ ഷെയ്ഡിലാണ്, കോമ്പിനേഷനിലാണ്. ഇനി നമുക്ക് മെറൂണിലുണ്ട്, ഓറഞ്ചിലുണ്ട്, അതേപോലെ പർപ്പിളും കൂടെ ഉണ്ട്. അങ്ങനെ 4-5 കളർ ഡിഫറൻസിൽ. ഇനി 2 കളർ തോന്നുന്നു എനിക്ക് വേറെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് തോന്നുന്നു. അത് സർപ്രൈസിങ് കളേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഹിറ്റായിട്ടുള്ള സാരിയാണ്. ഇതിന്റെ കൂടെ നിങ്ങൾ ഗ്രീൻ ബ്ലൗസ്, ഒരു മുല്ലപ്പൂ, കുറച്ച് മുല്ലപ്പൂ, ഒരു ചെറിയ മാല, കറുത്ത കുഞ്ഞു പൊട്ട്, എന്തൊക്കെ വേണം. പിന്നെ വീഡിയോ കോൾ ചെയ്യണതിന് ഒരു സമയം പരിധി ഇല്ല. ഇപ്പോഴത്തെ ഈ ഒരു സമയം വെച്ച് നോക്കുമ്പോൾ 24 hours വർക്കിംഗ് ആണ്. രാത്രി 12 മണിക്ക് വരെ വിളിച്ചോ, അവര് വീഡിയോ കോളിൽ റെഡിയാ. കാരണം ഓൾറെഡി ഇവിടെ ഉണ്ട്. 2 മണിക്കൊക്കെയാണ് ഇവിടെ കസ്റ്റമർ വന്നിട്ട് പോണത്. അതെ, അപ്പൊ പിന്നെ സമയമൊന്നും നോക്കണ്ട, എപ്പോ വിളിക്കണതെന്ന് എപ്പോ വീഡിയോ കണ്ടോ അപ്പൊ അങ്ങോട്ട് വിളിച്ചോ. പിന്നെ ഞാൻ ഹിറ്റായിട്ടുള്ള വേറൊരു സാധനം കാണിച്ചുതരാം. ഇത് നമ്മുടെ ബോഡി ഫുള്ള് ഉള്ള ഒരു സാരിയാണ്. ഫുൾ ഓവറോൾ ഉണ്ട് അല്ലേ? ഫുൾ ദ ബോഡി. ഓ, എവിടെ നിന്നാലും കാണുന്നു അല്ലേ? അതെ. ജസ്റ്റ് ഞാൻ ചേച്ചിക്ക് വെച്ചുതരാം. എന്തിന്? ഞാൻ വെച്ചാ ഞാൻ പിന്നെ കൊണ്ടുപോകും. അതൊക്കെ ചേച്ചിക്ക് ഇല്ലാത്തതോ? അല്ല, ഇത് മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇത് ഫ്ലീറ്റ് കൊടുക്കണോ 1 ലെയർ കൊടുക്കണോ, എങ്ങനെ വേണം? ഇത് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ 1 ഫ്ലീറ്റ് ആണ്. 1 ഫ്ലീറ്റ് ആണ്. ഇനി ഇതിന്റെ മുന്തി പോർഷൻ നോക്കിയാൽ ഇങ്ങനെയാണ് ഫുൾ എംബ്രോയിഡറി. അപ്പൊ ഈ റെഡിന് പകരം കളേഴ്സ് മാറും. കളേഴ്സ് മാറിയിട്ടുണ്ട്. ഇപ്പൊ റെഡും ബ്ലൂ ആണ് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത്. ഇതേപോലെ ഗ്രീൻ ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ബ്ലാക്ക് ഉണ്ടോ? ബ്ലാക്ക് ഉണ്ട്. വേഗം വന്നോ, വേഗം കാണിക്കാളും മുന്നേ ഇപ്പൊ വന്നാൽ കിട്ടില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, വിളിച്ചിട്ട് വന്നാൽ മതി. വീഡിയോ സമയം എല്ലാം സെറ്റ് ആയിരിക്കും, വേറെ ടെൻഷൻ ഒന്നുമില്ല, എന്തായാലും പോന്നു. അപ്പൊ ബ്ലാക്ക് സിൽവർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗോൾഡ് കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
പെട്ടെന്ന് പോകുന്നതാ. ഇതന്നെയല്ലേ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത്? ആണോ? അല്ല, ആ മൈക്രോ ചെക്ക് അതിന്റെ ഇത് താമരയായി. ഇത് താമര, മറ്റത് ടെമ്പിൾ. ഞാൻ വേറൊരു കളറും കൂടെ എടുക്കാം. ഇത് വേറൊരു കളറില്. അപ്പൊ താമരയുണ്ട്, എലിഫന്റിന്റെ കണ്ടു, എന്തൊക്കെയുണ്ട്. അപ്പൊ എന്തൊക്കെ ആദ്യം കണ്ടതൊക്കെ സത്യം പറയാൻ മറന്നു. കളർ ഷെയ്ഡ്സ് വേണമെങ്കിൽ കളർ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഏത് ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തോ. അതെ, അതാണ്. ഇതിപ്പോ ആകെ സെറ്റ് സാരി മാത്രമായിട്ടുള്ളൂ. ഇനി സെറ്റ് മുണ്ടിന്റെ സെക്ഷനിലേക്ക് പോയാലോ? പോവാ നമുക്ക്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ വെച്ചേക്കാം. സെറ്റ് മുണ്ടിന്റെ വേറൊരു സെക്ഷനാണ്. യെസ്, വരൂ. ആദ്യത്തെക്കാളും കുറച്ചുകൂടി വെച്ചിട്ടുണ്ട്. അതെ, ഇതേ നോക്കി എത്രയോ കളക്ഷൻസ്. ഇത് മാത്രം സെറ്റ് മുണ്ടിന്റെ ഒരു കളക്ഷൻസ്, സെറ്റ് മുണ്ടിന്റെ വെറൈറ്റീസ് അല്ലേ? യെസ്. ഇതിൽ എന്താണ് പ്രത്യേകത കൊണ്ടുവന്നിരിക്കുന്നത്? ഇതില് ചെന്നോളൂ. രണ്ടാൾക്ക് നിൽക്കാൻ സ്ഥലല്ലേ, ഞാൻ ഇവിടെ സൈഡിൽ നിൽക്കാം. ചെമ്പരത്തി. ചെമ്പരത്തി, ചെമ്പരത്തി ഈ കളർ കൊണ്ടുവന്നതിന് ഇത് ഫ്രീ അല്ലേ? അതെ, എന്തായാലും ചെമ്പരത്തി ആ കളർ ഇല്ല എന്നുള്ള കാര്യം നമുക്ക്. അതെ, പക്ഷെ ചിലപ്പോ ഉണ്ടാവേക്കാം എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത്. ഇത് നമ്മുടെ താമര ഡിസൈൻ ആണ്, മറൂണില്. ഇതിലൊക്കെ എങ്ങനെ ബ്ലൗസസ് ഉണ്ടോ? ഈ സെറ്റ് മുണ്ടും നമുക്ക് ബ്ലൗസ് വരില്ല, സാരിയിലായിരിക്കും ബ്ലൗസ് വരുന്നത്. ഓക്കെ, പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് വേണമെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെയല്ലേ വെച്ചിരിക്കുന്നത്? അതെ, ഈ കാണുന്നത് മൊത്തം റെഡിമെയ്ഡ് ബ്ലൗസിന്റെ കളക്ഷൻസ് ആണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ വേണമെന്ന് പറയുകയാണെങ്കിൽ താഴത്തെ സെക്ഷനിൽ ഫുൾ മെറ്റീരിയൽ, അതാ ഇവിടെയും ഫുൾ മെറ്റീരിയൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു പീസാണ് എടുക്കണമെന്ന് വെച്ചാൽ ലൈവായിട്ട് വന്ന് അങ്ങനെ എടുക്കാം. തെച്ചിയാ ചെത്തിയാ എന്തൊക്കെയോ സാധനം, എന്തൊക്കെയോ. ഇത് എവിടെയായിരിക്കണെന്ന് വെച്ചാൽ അവിടെ തന്നെ വെച്ചാൽ നിലത്ത് വെക്കാൻ ഒരു മനസ്സില്ല. ഓക്കെ, ഇത് എന്ത് ഫ്ലവർ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒന്ന് കമന്റ് സെക്ഷനിൽ പറയണേ ഇത് എന്ത് ഫ്ലവറാ വരുന്നത്. ഇത് ഫുൾ പ്രിന്റാ വരുന്നത്? അതെ, ഫുൾ പ്രിന്റ് ആണ്. ആൻഡ് ബോർഡേഴ്സിൽ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള പൈപ്പിംഗും കൂടെ കൊടുത്തിട്ടുണ്ട്. പ്യുവർ കോട്ടൺ. അതെ, പ്യുവർ കോട്ടൺ. ഓക്കെ, പ്യുവർ കോട്ടൺ. കുറേ അധികം കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഏതെടുത്ത് കാണിക്കണം എന്ന് അറിയുന്നില്ല, അതാണ്. ഇതിലാണെങ്കിൽ കസവും ഇല്ല, ബോർഡറും ഇല്ല. ബോർഡർ വരുന്നത് എങ്ങനെയാണെങ്കിൽ ഫുൾ ഈ ഒരു പ്രിന്റിൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇതൊക്കെ നല്ല ലോ ബഡ്ജറ്റിലുള്ള സെറ്റ് മുണ്ടൂസ് ആണ്. ഇതും ആ ഇതിൽ പെട്ട തന്നെയാണ്. പ്രിന്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നോക്കിയേ, നല്ല ഭംഗിയുണ്ട് പ്രിന്റ്. ഇതില് ഇങ്ങനെ ഫുൾ വർക്ക് നിവർത്തിയാലോ ശരിക്കും അറിയുള്ളൂ. വഞ്ചിയുണ്ട്, എന്തൊക്കെയുണ്ട് അല്ലേ? അതെ, ഓണം തീം അങ്ങോട്ട് പറയാം. അതെ, ഫുൾ എല്ലാതും ഉണ്ട്. ഓണം തീം സെറ്റും ഉണ്ട്. ഫുൾ ബ്ലാക്കിലാണ്. ബ്ലാക്കിലല്ലാണ്ട് കളറിലും നമുക്ക് ചെയ്ത് തരാം. ഓക്കെ, ഉണ്ട്, ചെയ്തു തരേണ്ട ആവശ്യമില്ല, ഉണ്ട്. ഇത് ബ്രൈഡൽസിന്റെ സെറ്റും ഉണ്ട്. ഫേവറേറ്റ് ഹറാദിയിലെ കസ്റ്റമേഴ്സ്, ബ്രൈഡൽ കസ്റ്റമേഴ്സിന് ഹിറ്റ് ആയിട്ടുള്ള ആൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് സെറ്റ്. പക്ഷെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ. നിങ്ങൾ കാണുന്ന വിലയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ നല്ല ക്വാളിറ്റി അല്ലാന്ന് തോന്നും. അതേ ക്വാളിറ്റി ഉണ്ട്, പക്ഷെ റേറ്റ് മാത്രം കമ്മിയാണ് കേട്ടോ. റേറ്റ് കുറവാണ് ബ്രൈഡലിന് വരുന്നത് അല്ലേ? അതെ, ബ്രൈഡലിന് നല്ല കളക്ഷൻസ്. അതും ബ്രൈഡലിന് ഒരു 10 ബ്രൈഡൽ വെച്ച് സമൂഹ വിവാഹം നടക്കുകയാണെങ്കിൽ അതും നടക്കൂലേ? പിന്നെ 20 എത്ര വേണമെങ്കിലും തരാന്ന്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇത് മൈക്രോ ചെക്സിൽ വരുന്നത് ഇങ്ങനെ ഒരു ഡിസൈനില് മയിൽപീലി കൊറേ ഉണ്ടല്ലേ? കൊറേ ഉണ്ട്. ഏതെടുത്ത് കാണിക്കണം എന്ന് ഞാനിപ്പോ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുകയാണ്. മയിൽപീലി ഏതൊക്കെ ഡിസൈൻ? ഇത് കണ്ടോ, നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു ഫ്ലവർ ഡിസൈനോട് കൂടി വരുന്ന കോട്ടണിലുള്ള സെറ്റ് മുണ്ടു. നല്ല പ്രീമിയം കസവാണ് കേട്ടോ. ഇപ്പൊ ഇത്ര നേരം നമ്മൾ ഗോൾഡും അതുപോലെ ടിഷ്യൂലും കോട്ടണിലാണ് കാണിച്ചത്, പിങ്കില് കാണിച്ചില്ല ഒന്നും. അതെ, ഇത് ബ്ലഷ് പിങ്ക് കസവാണ്, ടിഷ്യൂ ആണ്. അത് കസവ് ഇങ്ങനെയും ഉണ്ട്, അതുപോലെ കോപ്പറിലും ഉണ്ട്. ഇതൊക്കെ നമ്മൾ കാണിക്കണ്ടേ? ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചില്ല, ഈ പ്രാവശ്യം പുതിയതാ. അതെ, പുതിയതാണ്. ഇനി കോപ്പറിൽ വേണമെങ്കിൽ കോപ്പറിലും ഉണ്ട്. ഇത് ബ്ലഷ് പിങ്ക്, ഇത് സിൽവർ, ആൻഡ് ഇതാണെങ്കിൽ ഗോൾഡ്. അങ്ങനെ 3 സെറിയിലാണ് ഇപ്പൊ നിലവിലുള്ളത് കേട്ടോ. കോപ്പറും കൂടി ഉണ്ടാവും. അപ്പൊ 4. അതെ, ഞാൻ അടുത്ത് 4 എണ്ണം ഉണ്ട്. 4 അങ്ങനെ 4 കസവിലും അതും ട്രഡീഷണൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട്. ഇതേ വരുന്നു, ഇല്ലാന്ന് പറയണ്ട, എല്ലാം ഉണ്ട്. ഇതാ 4 ഡിഫറെന്റ്, പിങ്ക്, സിൽവർ, ഗോൾഡ്, കോപ്പർ. പോരെ? അപ്പൊ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വന്ന് ചൂസ് ചെയ്യാം. ഇതൊക്കെ ചിലപ്പോ വെബ്സൈറ്റിൽ വെബ്സൈറ്റിലുണ്ട്. സെറ്റ് മുണ്ടൂസ് എല്ലാം മാക്സിമം വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇപ്പൊ സാരികളാണ് കുറച്ച് ഡിലേ ആവുന്നത്. അത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ കയറ്റിയിരിക്കും. അതല്ല, നിങ്ങൾക്ക് നേരിട്ട് ഹറാദിയിൽ വരണമെന്നുണ്ടെങ്കിലും വരാം. കറക്റ്റ് ആയിട്ട് ഒന്നുകൂടി ഞങ്ങൾ ലൊക്കേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, എന്നാലും ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തേ. പാലക്കാട് തത്തമംഗലം ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഹൈസ്കൂൾ റോഡ് ഉണ്ട്. ഹൈസ്കൂൾ റോഡ് കുറച്ചൊരു 100 മീറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു NSS ബിൽഡിംഗ് കാണാം. അതിന് ചേർന്നിട്ടുള്ള വഴി ലെഫ്റ്റ് എടുത്ത് വന്നാൽ ഒരു 100 to 200 മീറ്റർ വന്നാൽ റൈറ്റ് സൈഡിൽ റെഡ് ക്രോസ് വൃദ്ധസദനം കാണാം. അതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ ഹറാദി. റെഡ് ക്രോസിൽ നിന്നാണ് നിന്റെ കെട്ടിയനെ പിടിച്ച് വലിച്ചു കൊണ്ടു ഞാൻ. ഇപ്പോഴോ?
അവിടെ ഏതൊരു അമ്മേനെ നോക്കാൻ പോയിട്ട് അവിടെ പെണ്ണുങ്ങളില്ലല്ലോ, വയസ്സായ അമ്മമാരാണല്ലോ. എന്താ സംഭവം? ഞാൻ തനി സ്വഭാവം കൊടുത്ത് തന്നു. എന്തായാലും അവിടെ കുറച്ച് അമ്മമാരെ കാണാനാ പോയെന്നാ പറഞ്ഞ. നോക്കാം, ഞാൻ ആലോചിക്കാം, നോക്കട്ടെ. ആളിതൊന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ അവിടെ നിന്ന് പിടിച്ചടിച്ചു പോണെന്ന് കേസ്. ഇത് മൈക്രോ ചെക്സ് ആണ്. ഇതിന്റെ കളർ ഷെയ്ഡ്സ് ഉണ്ട്. കളർ ഷീറ്റ്സ് അല്ലേ? നല്ല പ്രീമിയം കസവിൽ വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കസവ് നേരിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കസവിൽ തന്നെ ഉണ്ട് 3-4 ക്വാളിറ്റി. അതെ, അത് 3-4 അതിനുകളുണ്ട്. 100 രൂപയുടെ കസവും ഉണ്ട്, 200, 300, 400, 10,000, 1,00,000 വരെയുള്ള കസവ്സ് ഉണ്ട്. അല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അപ്പൊ നിങ്ങൾക്ക് അത് വരുമ്പോൾ അതിനെ അറിയാൻ പറ്റുള്ളൂ. എല്ലാം മഞ്ഞ കാണുന്നത് തിളക്കം ഉണ്ടാവണം എന്നില്ല. അതെ, എല്ലാ കസവും തിളങ്ങണം നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ നമ്മുടെ കാശിൽ ഒതുങ്ങുന്നത് എന്താണെന്നുള്ളത് അത് നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെയാണ്. അല്ലാണ്ട് കസുവിന്റെ ഭംഗി നോക്കിട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാ ഇത് വിത്ത് ബ്ലൗസ് വരുന്ന അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇത് ഇതാണ് സ്റ്റിക്കർ വർക്ക് എന്ന് പറഞ്ഞത് അല്ലേ? ഇതാ, ഇത് ഇപ്പൊ ഇത്തിരി ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റിക്കർ വർക്ക് എന്ന് പറയുമ്പോ. ഇത് ബ്ലൗസിൽ വരുന്ന സ്റ്റിക്കർ വർക്കാണ്. അതുപോലെ തന്നെ സെറ്റുമുണ്ട്. സെറ്റ് മുണ്ടിൽ വരുന്ന ഒരു പേഴ്സണലി ചോദിക്കട്ടെ, സെറ്റ് മുണ്ടാണോ സെറ്റ് സാരി കൊടുക്കാനോ ഇഷ്ടം? എനിക്ക് സാരി ഇഷ്ടം. അല്ലേ? എനിക്കും സാരി ഇഷ്ടം. അല്ലെ, കുറച്ച് ഫ്ലീറ്റ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് കുലുക്കി അല്ലേ? മറ്റേലും കുലുക്കാട്ടാ. അതെ, പക്ഷെ സെറ്റ് മുണ്ട് എനിക്ക് കുറച്ച് ഒരു ഡിഫിക്കൽട്ടാണ്. ഇത് 2 സാധനം ഉള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയല്ല. പക്ഷെ എന്തായാലും സെറ്റ് സാരി എന്നോടാണ് കൂടുതൽ ഇഷ്ടം. അത് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ. എന്തായാലും രണ്ടും ഇവിടെ ഉണ്ട്, നോ എന്ന് പറയുന്നില്ല. കുറെ ഡിസൈൻസ് ഉണ്ട്. ഇത് ഈ ഒരു ഡിസൈൻ ഇനി കഥകളി ഉണ്ട്, മയിലുണ്ട്, കേരള തീമായിട്ടുണ്ട്, ഓണം തീമായിട്ടുണ്ട്, മാവേലി മാത്രമുണ്ട്. ഇനിയിപ്പോ രണ്ടും കൊടുക്കാത്തവർക്ക് എന്തുണ്ട്? കുർത്തി സെറ്റ്സ് എടുത്തിരിക്കുന്നു. ഇതിന്റെ ദുപ്പട്ട കളഞ്ഞില്ലേ? ദുപ്പട്ട കളഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ കളഞ്ഞുകൊണ്ടായിട്ട്. അത് ഇത് എവിടെയാ ഇതിന്റെ കളക്ഷൻസ് ഒക്കെ? ഇതിന്റെ കളക്ഷൻസ് ഇതിന്റെ കളക്ഷൻസ് ഇപ്പുറത്തെ സൈഡാണ് വരുന്നത് തോന്നുന്നത്. എന്തായാലും ഇതാണ് റെഡിമെയ്ഡ് ബ്ലൗസിന്റെ സെക്ഷൻ വരുന്നത്. അതുപോലെ ഇത് ഫുൾ ബ്ലൗസ് സെക്ഷൻ ആണ്. പ്ലെയിൻ ബ്ലൗസ് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലൗസ് ഉണ്ട്, ഡിസൈൻ ബ്ലൗസ് വേണമെങ്കിൽ ഡിസൈൻ ഉണ്ട്, അതല്ല മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ വിത്ത് ബ്രൊക്കേഡ് ബ്ലൗസസ് ഉണ്ട്, ആൻഡ് പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ബ്ലൗസസും ഉണ്ട്. ഇനി മെറ്റീരിയൽ വേണമെങ്കിൽ മുറിച്ചെടുത്താണെങ്കിൽ അതും ചെയ്തു തരും. ഇനി ഉടുത്ത കളക്ഷൻസ് എന്ന് പറയുമ്പോ ഇവിടെയാണ്. ഇത് ആദ്യം ഞാൻ ഉടുത്ത സാധനം തന്നെ കാണിച്ചു തരാം. അതെവിടെ പോയി? അത് ഞാൻ എടുത്തു തരാം. അപ്പുറത്തെ സെക്ഷനിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ആണുങ്ങളുടെ ഇനി കാണാൻ എടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള സാധനം. സെയിം ആണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട സെയിം ആണ് അല്ലെ? ഞാൻ കോൺട്രാസ്റ്റ് ആണെന്ന് വിചാരിച്ചത്. ഓക്കെ, അത് നിവർത്തണ്ട, എന്തായാലും ഉടുത്തതല്ലേ? അതെ, ദുപ്പട്ട മാത്രം വെച്ച് കാണിച്ചു തരാം. ഒരു പെർഫെക്റ്റ് ലുക്ക് ആയിക്കോട്ടെ. അതെ, ഇതാണ് ലുക്ക് തന്നെ. അപ്പൊ ഇതിലെങ്ങനെയാ സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? സൈസസ് L to XXL വരെ വരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ കൊടുത്തിരിക്കുന്ന XXL? അതെ. ഓക്കെ, ഇങ്ങനെ ഫുള്ള് ചെറിയ വർക്കൊക്കെ വരുന്നുണ്ട്. അതെ, ജർദോസി വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഷോളിൽ അവിടെ ഇവിടെയും ജർദോസി വർക്ക്സ് ഉണ്ട്, ആൻഡ് കുർത്തിയിലും ഉണ്ട്. ഇതേ സെയിം സാധനമാണ്. ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്യേണ്ട പാക്കറ്റ് മാത്രം ഇട്ടിരിക്കുന്നത് കേട്ടോ. അതെ, അത്യാവശ്യം വർക്ക് ഉണ്ട്. ആ നെക്ക് പോർഷൻ ഒക്കെ നോക്കി, അതുപോലെ സ്ലീവിന്റെ വർക്കും നോക്കി, ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ. ഓവറോൾ നോക്കി നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ തന്നെ. നമുക്കിപ്പോ ഇത് കഴിഞ്ഞാലും നമുക്ക് വേറെ ആവശ്യത്തിനും യൂസ് ചെയ്യാം. ഇത് ഓണത്തിന് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. നമ്മുടെ കസവിന്റെ മെറ്റീരിയൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വെഡിങ്ങിന് പോകുമ്പോൾ അതല്ല റിസപ്ഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട്. ഇനിയിപ്പോ ഇതിൽ തന്നെ കോൺട്രാസ്റ്റ് വേണമെന്ന് വെച്ചാൽ അതും ഉണ്ടെന്നേ. കോൺട്രാസ്റ്റ് എങ്ങനെ വരാം? കോൺട്രാസ്റ്റ് ആണ് എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടം അല്ലേ? അത് വേണോ, ബനാറസി വേണോ, എങ്ങനത്തെ വേണം, എങ്ങനെ വേണമെങ്കിലും ഉണ്ട്. ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഉണ്ടെന്ന് കേട്ടോ. ഇതിന്റെ ലുക്ക് തന്നെ മാറിപ്പോയി. ഇതൊരു അനാർക്കലി ടൈപ്പ് ആണ്, എലൈൻ സ്റ്റൈലില്. അതിൽ ഇങ്ങനെ ഒരു സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഓവറോൾ കണ്ടോ, ഈ മെറ്റീരിയൽ കണ്ടോ? പിന്നെ പറയാനില്ല, ഇതിന്റെ ഒരു വർക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഫുള്ള് അടി തൊട്ട് മോള് വരെ ഈ ഒരു വർക്ക്, മിറർ വർക്കും കട്ട് ബീഡ് വർക്കാണ് കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ദുപ്പട്ട വരുന്നത് ബനാറസി ദുപ്പട്ടയാണ്. ദുപ്പട്ട അത് 2 ഷെയ്ഡ്. ഇപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. അതെ, പക്ഷെ കൂടുതൽ ഭംഗി കിട്ടുന്നത് ഈ ഷെയ്ഡ് വെക്കുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി കിട്ടുന്നത്. കണ്ട, അത് ലൈറ്റിന്ന് ഇങ്ങനെ ഡാർക്കിലേക്ക് വരുമ്പോൾ അത് കറക്റ്റ് ആണ്. അപ്പോഴാണ് ആ ഒരു ഭംഗി കിട്ടുന്നത്. അപ്പൊ കുറച്ചുകൂടി ഒരു ഇതാണ് ഈ സെറ്റ്. അതെ, ഹരാദിയില്. ഇതും വെബ്സൈറ്റിലുണ്ട്. എല്ലാ ഇവിടെ കാണുന്ന ടോട്ടൽ ഒട്ടുമിക്ക കളക്ഷൻസും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. പിന്നെ അന്നന്ന് രാത്രി വരുന്നതാണ് കുറച്ച്
ഒരു സമയം പിടിക്കുക. ഒരു 2 ദിവസം ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട സമയം. ആ താഴത്ത് നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടില്ലേ, ആ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് വേണം ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട്. അതവിടെ പ്രോസസ്സിങ് ഒരാൾ ചെയ്തോണ്ടിരിക്കുന്നു, ഇതോടെ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ദുപ്പട്ടതാ ഇത് പീകോക്ക് ഡിസൈനിൽ വരുന്ന സാധനം. അടിയിൽ ദാമനിലാണല്ലോ വർക്ക്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ടയാണ് എനിക്കിഷ്ടം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ദുപ്പട്ട ടോപ്പാണ് എനിക്കിഷ്ടമായത്. ഈ ദുപ്പട്ട ഇട്ടിട്ട് അതിന്റെ ഭംഗി കളയണ്ടെന്നാ ഞാൻ പറയുള്ളൂ. വീഴണ്ട ഇങ്ങോട്ട് നീങ്ങ. ഞാൻ ദുപ്പട്ട ഇട്ടിട്ട് അതിന്റെ ഭംഗി കളയണ്ടെന്ന് പറയും. ഇതിങ്ങനെ ഹൈഡായി പോകണ്ട. ഇത് ഇങ്ങനെ കാണുമ്പോ എന്ത് ഭംഗിയാ അല്ലേ? നല്ല ഭംഗിയുണ്ട്. ഇല്ലേ? ഇതിന്റെ സൈസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിട്ടത്. ഓ അങ്ങനെ. ഇതിന്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സൈസും ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വേഗം വരിക, നോക്കുക. ഒന്നും വരാൻ പറ്റിയില്ല, യാത്ര ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക. സിംഗിൾ പീസ് ആയാലും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. സിംഗിൾ പീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഓരോ പാക്കിംഗ് എന്ന് പറയുമ്പോൾ സേഫ് ആണോ, നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് സേഫ് ആണോ? യെസ്, നിങ്ങൾക്ക് ഈ കവർ ഉണ്ടാവും ആൻഡ് ഇതിന്റെ മേലെ വേറൊരു കവർ ഉണ്ടാവും. പിന്നെ ഹറാദി കവറിലാണ് വരിക. എല്ലാം പക്ക ഫിനിഷിംഗ് പാക്കിങ്ങോട് കൂടിയാ വരിക. 100% സെക്യൂർഡ് പാക്കിംഗ് ആയിരിക്കും. അത് മഴയായാലും വെയിലായാലും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ച സേഫ് ആക്കിയിട്ടാണോ അതും നമുക്ക് ചോദിച്ചറിയണ്ടേ. അല്ലെങ്കിൽ ഇവര് പറയും ഞങ്ങളത് അയച്ചു ഞങ്ങൾക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ചോദിക്കേണ്ടത് നമ്മുടെ കടമ. ഇനി കിഡ്സിന്റെ സെക്ഷൻ. കിഡ്സിന്റെ എനിക്ക് തോന്നുന്നു ഈ സാധനം നിങ്ങൾ കണ്ടു. താമര കണ്ടു. വേറെ ഡിസൈൻ എടുത്താണ്. താമര നമ്മൾ കണ്ടു. ഇനി വേറൊരു ഡിസൈൻ പിടിക്കാം. താമര നമ്മൾ കോംബോ സെറ്റിൽ നമ്മൾ കണ്ടതാ. ഇത് പട്ടുപാവാട സ്റ്റൈല്. ബ്ലൂ വേണോ, വൈൻ വേണോ? റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. 5 to 6 ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിലാണ് ഉള്ളത്. അല്ല അതിപ്പോ ഏത് സൈസ് തൊട്ട് ഏത് സൈസ് വരെ ഉണ്ടാവും? 1 to 10 വരെ ഉണ്ട്. 10 സൈസ് വരെ. യെസ്. പിന്നെ അത് കഴിഞ്ഞ അല്ല, 1 വയസ്സ് മുതൽ 10 വയസ്സായുള്ള കൊച്ചിനുണ്ട്. അത് കഴിഞ്ഞ 10 വയസ്സിന് ശേഷമുള്ള കൊച്ചിനാണ് ധാവണി. ധാവണിയും ഉണ്ടോ? യെസ്, ധാവണിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ധാവണി എടുക്കണുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ കിഡ്സിന്റെ സെക്ഷൻ 10 വയസ്സ്. അത് കഴിഞ്ഞ ധാവണി, പിന്നെ സെറ്റ് മുണ്ട്, പിന്നെ സെറ്റ് സാരി, അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലേ? അപ്പൊ എല്ലാ ഐറ്റംസ് ഉണ്ടെന്ന്. ഇത് അൺസ്റ്റിച്ചഡ് ബ്ലൗസിലേക്ക്. അതെ. പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്കേർട്ട്. പിന്നെ നമുക്ക് ദുപ്പട്ട സാരി ആയിട്ട് കൊടുക്കുക, ദുപ്പട്ട ആയിട്ട് കൊടുക്കുക, എങ്ങനെ വേണേലും കൊടുക്കാം. ഇതിലൊരു നല്ല ഫുൾ ബീഡ്സ് വർക്ക്, മിറർ വർക്ക് വെച്ചിട്ടുള്ള ദുപ്പട്ടയാണ്. ആൻഡ് നമ്മുടെ ഈ കുത്തുന്ന പോർഷനിലും അതേപോലെ പല്ലു പോർഷനിലും ഈ ഒരു എൻഡ് പോർഷനിലായിട്ട് ഇങ്ങനെ ബീഡ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇതിങ്ങനെ വർക്ക് വരും. ഇങ്ങനെയാണ് ദുപ്പട്ട. അപ്പൊ ഇതിൽ മറൂൺ ഉണ്ടാവും, വേറെ കളർ ഷെയ്ഡ്സ് ഉണ്ട്. ബ്ലൂ ഉണ്ട്, ലാവൻഡർ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അങ്ങനെ എല്ലാ കളർ ഷെയ്ഡ്സും. നമുക്ക് ഓവറോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്രയാ? കഴിഞ്ഞ പ്രാവശ്യം എത്ര പറഞ്ഞത്? 170 സംതിങ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ പ്രാവശ്യം എത്രയാ? ഇപ്രാവശ്യം 126 രൂപയ്ക്ക്. യെസ്, കുറച്ചു. കസ്റ്റമേഴ്സ് കൂടുതൽ ചോദിക്കുന്നുണ്ട്, ഇനിയും ലോ വേണമെന്ന്. ഞങ്ങൾ ഇറക്കി. അവരുടെ സന്തോഷല്ലേ ഞങ്ങളുടെ സന്തോഷം. അതെ, പിന്നെന്താ. അതെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വരാനോ ഫോൺ വിളിക്കാനോ ഒരു സമയമില്ല. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാം, എപ്പോ വേണമെങ്കിലും വരാം. അത് പിന്നെ ഒരു വീടായതുകൊണ്ട് നമ്മളിപ്പോ ഷോപ്പിൽ പോകുമ്പോ അയ്യോ കട തുറന്നിട്ട് വേണം കയറാൻ, അങ്ങനെ ഒരു ഫീലിംഗ് വേണ്ട. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് കയറാം അല്ലേ? അതെ, ഷുവർ, ഓൾവേസ് വെൽക്കം. ഓക്കെ. ഇനി നമ്മുടെ ആണുങ്ങളുടെ ചേട്ടന്മാരുടെ കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മൾ ഇതൊക്കെ കാണിച്ചായിരുന്നോ? ഇല്ല കാണിച്ചിട്ടില്ല. ഇത് കണ്ടോ, കുഞ്ഞു പിള്ളേരുടെ 1 to 5 years വരുന്ന പിള്ളേരുടെ ഫ്രോക്സ് ആണ്. നല്ല ടൈബിൾ ഫ്രോക്സ് ആണ്. നല്ല അവർക്കൊക്കെ നല്ല കുത്താത്ത ഒരു മെറ്റീരിയൽ ആണ് പ്രിഫർ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് അടിപൊളി പ്രൈസിലാണ് കേട്ടോ. റേഞ്ച് കേട്ടഞ്ഞ് കിട്ടും. അതെ, അത് സർപ്രൈസ്. വെബ്സൈറ്റ് ചെക്ക് ചെയ്യൂ. അതെ, വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ. ഇനി ഷർട്ട്സ്. മുണ്ടും ഷർട്ട് ഏത് കളർ ഷർട്ട് വേണോ എല്ലാം ഉണ്ട്. പ്യുർ കോട്ടൺ. അതെ, ജയ്പൂർ കോട്ടൺ ആണ് ഇത്. എന്തുകൊണ്ട് ജയ്പൂർ കോട്ടൺ മാത്രമേ ഇവിടെ ഉള്ളൂ ചോദിച്ചു കഴിഞ്ഞാൽ, ചേട്ടന്മാർക്ക് ഇപ്പൊ ലൈറ്റ് വെയിറ്റ് മതി, നല്ല സോഫ്റ്റ് ആയിട്ട്, ബോഡിയോട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ട പോലെ പിന്നെ വേറൊരു കാര്യമുണ്ട്. പിന്നെ ഓണം എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഒരു ഫുൾ ഡേ ഇട്ട് ആർമാദിക്കാണ്. അതെ. അപ്പൊ കംഫർട്ടും കൂടി നോക്കണം. നമ്മളെ പെണ്ണുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ശീലായി, ആണുങ്ങൾക്ക് ശീലായിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ പക്ക പ്യുർ കോട്ടണിൽ കൊടുക്കുന്നത്. അതെ. ഇനി ഇതില് സൈസസ് S to 4XL വരെ അവൈലബിൾ ആണ്. അതല്ല, ഇനി നിങ്ങൾക്ക് 5XL വേണം, 6XL വേണം എന്ന് പറഞ്ഞാലും ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് തന്നിരിക്കും.
അതാണ് മെറ്റീരിയൽ ഇവിടെ ഉണ്ട്. അപ്പൊ കോട്ടണിൽ ഇതിപ്പോ ഇത് മീൻസ് ജുബ്ബ ടൈപ്പ് മാത്രമുള്ള ഷർട്ട് ഇല്ല, ഷർട്ട് മാത്രം. ഇത് ഷർട്ട് നമ്മുടെ ജുബ്ബാസ് ഇല്ല, കുർത്താസ് ഇല്ല, ഷർട്ട്സ് മാത്രമേ നമ്മുടെ അടുത്ത്. അല്ല ഇപ്പൊ ഷർട്ട് എന്ന് പറയുമ്പോ ഇതിന്റെ നെക്ക് ചൈനീസ് നെക്കാണ്. ചൈനീസ് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൈനീസ് നെക്ക് തരാം, അതല്ല നോർമൽ കോളർ നെക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് അതും തരാം. ഓക്കെ, സെയിം ഡിസൈനില്. അങ്ങനെ. അപ്പൊ അതിന്റെ കുറച്ച് ഡിസൈൻസ് ജസ്റ്റ് ഇവിടെ ഉള്ളത് വേറെ ഒരു പ്രീമിയം ഇപ്പൊ ഞങ്ങൾ ഇറക്കിയതാണ്. ഇത് ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് ഷർട്ട്സ്. ഓക്കെ, ചേട്ടന്മാർക്ക് ഓഫീസ് വെയർസ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇങ്ങനത്തെ പ്ലെയിൻ ഷർട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും വിയർ ചെയ്യാനൊക്കെ. ഇതിലും കളേഴ്സ് ഉണ്ട്, 12 ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത്. ഇത് 6XL വരെയാണ് വരുന്നത്, S to 6XL. 6XL. യെസ്. ആ ചേട്ടന്മാർക്ക് കുറച്ച് വയറുണ്ടല്ലോ. പാവം. അല്ല അവർക്ക് സൈസ് ഇപ്പൊ 6XL വരെ ഉണ്ട്, കളേഴ്സും ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. കളർ ഷീറ്റ്സിനുണ്ട്, അവൈലബിൾ ആണ്. ഓക്കെ, ഇനിയിപ്പൊ മുണ്ടുകൾ ഏത് ഭാഗത്താ? മുണ്ടുകൾ അവിടെ തന്നെ. അപ്പൊ ഇതിനൊന്ന് ഇങ്ങോട്ട് നീക്കാം കുറച്ച്, എന്നാ നമുക്ക് ഇങ്ങോട്ട് കിടക്കാം. ഓക്കെ, ഇനി ഇപ്പഴത്തേക്ക് ഒന്ന് കേറൂ. എവിടെ സ്ഥലമില്ലാത്തതിന്റെ ഒരു പ്രശ്നം അടിയിൽ പരിഹരിക്കുന്നുണ്ട്. അതെ അല്ലേ? അതെ, അവര് ഇപ്പൊ പണിക്കാര് കുറച്ച് മഴ അത് ഇത് പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടാണ്. ഇത് ഹാൻഡ് പെയിന്റിൽ വരുന്ന ഡബിൾ മുണ്ടു. നമ്മുടെ അടുത്ത് സിംഗിൾ മുണ്ടൂസ് ഇല്ല, ഓൺലി ഡബിൾ മുണ്ടൂസ് ആണ്. ഇത് തേച്ചക്കര കസവ്. അതല്ല ഇനി ഗോൾഡൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഗോൾഡൻ മാത്രമുണ്ട്. ഇനി കസവും കറിയും വേണമെന്ന് പറഞ്ഞാൽ കസവും കറിയും ഉണ്ട്. വേണമെന്ന് പറഞ്ഞാൽ മതി. മുണ്ടിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത്, ഈ ഒരു സെക്ഷൻ ഫുള്ള് കേട്ടോ. മുണ്ട് അതുപോലെ തന്നെ ഷർട്ടിന്റെ സെക്ഷൻ ആണ് ഇപ്പുറത്ത് ഇരിക്കുന്നത്. അതെ, സിൽവറിലും ഉണ്ട്. സിൽവറിന്റെ ഒരെണ്ണം എടുക്കാം, കാണിക്കാം. സിൽവർ റാക്ക് എവിടെ കാണാനില്ല. എവിടെ പണിക്കാർ ഇടയ്ക്കൊക്കെ ഇതിന്റെ ഇടയിൽ വരണേ, പണിക്കാര് മാത്രം വിട്ട പോരാ. നമ്മള് ഫുൾ ടൈം ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിലായതുകൊണ്ടേ. അതാണ് കുഴപ്പമില്ല. എന്തായാലും സിൽവർ ഉണ്ടല്ലോ. സിൽവർ ഉണ്ട്, സിൽവറിൽ ഹാൻഡ് പെയിന്റ് വിത്ത് ഉണ്ട്, സിൽവർ സ്ട്രൈപ്സ് മാത്രമുണ്ട്. എങ്ങനത്തെ വേണോ നിങ്ങൾ ചോദിച്ചോ, വിളിച്ചോ ഹറാദിയിലേക്ക്, എല്ലാം തരാം. അപ്പൊ മുണ്ടുകളുടെ കളക്ഷൻസും ഉണ്ട്. ഇനിയിപ്പോ നമ്മളെ ഏകദേശം കുറച്ച് കാണിച്ചിട്ടുള്ളൂ ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇനിയും ഉണ്ട് കാണിക്കാൻ കിടക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ കളക്ഷൻസ് ബണ്ടിൽ ഇനിയും പൊട്ടിക്കാനുണ്ട്, ഇനിയും പുതിയ കളക്ഷൻസ് വരാണ്ട്. നമുക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചാലോ? ഓക്കെ, ഞാൻ ഈ മുണ്ട് ഇവിടെ വെക്കുന്നുണ്ട്. അപ്പൊ ഷർട്ട് മുണ്ടിന്റെ സെക്ഷൻ വരുമ്പോ ബാക്കിലേക്ക് വന്നു, ദീ സെക്ഷൻ നോക്കിക്കോ. സെറ്റ് മുണ്ടിന്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ദീ സെക്ഷൻ ആണ്. സാരിയുടെ സെക്ഷൻ പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞ അവസാനിപ്പിക്കാം. ഒരാളെ ഞാൻ ലാപ്ടോപ്പിൽ നിന്ന് ഏൽപ്പിച്ചപ്പോ അടുത്ത ആള് കയറി. ഇത് വെറുതെ വിടൂലേ? ഇതിലാണ് ജീവിതം. ഉറങ്ങുമ്പോഴും മേത്തിങ്ങനെ നെഞ്ചത്തിങ്ങനെ വെച്ചിട്ട് അയ്യോ, അതാണ് അവസ്ഥ. ഓക്കെ, നമുക്ക് ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് പറയാം. ബാ മാമാൻ, ലൊക്കേഷനൊക്കെ കറക്റ്റ്. ഇത് പാർസൽ പോവാനുള്ളതാണോ? കാണിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. അഡ്രസ്സ് സൂം ചെയ്യണ്ട, നമുക്ക് പാർസൽ കാണിക്കാം. ഇത് കുറെ ബണ്ടൽസ്. ഇത് ഞങ്ങൾ റീസെല്ലേഴ്സിനെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് റീസെല്ലേഴ്സിന്റെ മാത്രമാണ്. ഓക്കെ, അതെല്ലാം നമുക്ക് വേറെ നമ്മുടെ ഹറാദിയുടെ താഴെ പോയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ഇവിടെ കണ്ടുണ്ട്, അത് കാണിക്കാം. ഇത് നമ്മുടെ വേറൊരു വെബ്സൈറ്റിന്റെ ആണ്. ഏത് വെബ്സൈറ്റ് ആണെന്നുള്ളതോ? haraadi.com എന്നാണ്. പക്ഷെ ഞാൻ മാറിപ്പോയി, പ്ലാറ്റ്ഫോം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇവര് പല പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിന്റെ പേര് ഞാൻ ഇപ്പൊ എടുത്ത് പറയുന്നില്ല, ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ഏതൊക്കെ ഒരുവിധം മിക്ക നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് ഇതിൽ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ എല്ലാം ഉള്ളത്. അതുകൂടാതെ നമുക്ക് വെബ്സൈറ്റും ഉണ്ട്, haraadi.com എന്നാണ് വെബ്സൈറ്റ്. ഇനി എങ്ങനെ പാർസൽ ചെയ്യണത് അതൊന്ന് കാണിച്ചു തന്നെ. ഇവിടെ ഈ മുകളിൽ ഈ ക്യാമറ വെച്ചിടേണ്ട റീസൺ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഈ പ്രാവശ്യം വീണ്ടും ഒന്ന് സൂചിപ്പിച്ചോ? യെസ്, ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പാക്ക് ചെയ്യുന്നത് ഫുൾ അവിടെ ക്യാമറയിൽ റെക്കോർഡഡ് ആണ്. ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് എത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചേച്ചിയുടെ കസ്റ്റമർ എന്നുണ്ടെങ്കിൽ ചേച്ചി കിട്ടിയാൽ ഞാൻ ഓർഡർ ചെയ്തതല്ല, പക്ഷെ എനിക്ക് കിട്ടിയത് ഇതാണ്, ഇത് ഡാമേജ് ഉണ്ട്, ചുമ്മാ റിട്ടേൺ ഇടുക, അതല്ല കിട്ടിയ സാധനം അല്ലാണ്ട് അതെടുത്തിട്ട് വേറൊരു ഇപ്പൊ സാരിക്ക് വരാൻ കുർത്തി ഇങ്ങോട്ട് റിട്ടേൺ അയക്കുക. അങ്ങനെയൊക്കെ ചില ഫ്രോഡ് ഐറ്റംസ് നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ പ്രൂഫ്. അപ്പൊ ഒന്നും നടക്കില്ല, എല്ലാം കൈയോടെ പിടിക്കും. പിടിക്കാനുള്ള വമ്പൻ സാധനം മുകളിൽ ഇരിക്കണത്. അതെ, ഇനി ഒന്നും നോക്കണ്ട. ചേച്ചി പാക്ക് ചെയ്ത് ഇട്ടിട്ടുള്ള ആ സാധനം ഇല്ലേ, ആ സാധനം ഒന്നും ഇങ്ങോട്ട് എടുത്തേ. എനിക്ക് പറയാൻ പാടില്ല, അവിടെ നിന്ന് ഇങ്ങനെ പൊന്നിച്ചാലും മതി. പറയാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാണിക്കാലോ, ഫ്രണ്ട് പോർഷൻ കാണിക്കും, അഡ്രസ് കാണിക്കണ്ട. ഇതാണ് പാക്കറ്റ്. ഈ പാക്കറ്റ് ഇതൊരു അത് കാണിക്കില്ല, അഡ്രസ് കാണിക്കണ്ട. ഇത് ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. അതുപോലെ തന്നെ ഒരുവിധം മിക്ക വലിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇവര് ഹരാദിന്ന് സെർച്ച് ചെയ്താൽ മതി, എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പൊ ഇവരാണ് നമ്മുടെ പാക്കിംഗ്
കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം. അപ്പൊ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞോ, കൂടെ നിന്നോ. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചില്ലല്ലോ. ലൊക്കേഷൻ പാലക്കാട് തത്തമംഗലത്താണ്. ഒരു മിനിറ്റ്, മൈക്ക് ഒന്ന് അങ്ങോട്ട് വെച്ചോട്ടോ, അല്ലെങ്കിൽ കേൾക്കൂല. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് തത്തമംഗലത്താണ്. അപ്പോൾ ഇവിടെ അവിടെ നിന്ന് ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ ഹൈദരാബാദിൽ നിന്ന് വരുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് എല്ലാം ഡയറക്റ്റ് ഇതിനു വേണ്ടി കസ്റ്റമേഴ്സ് വരികയാണ്. ഫ്ലൈറ്റ് പിടിക്കുന്നു, കോയമ്പത്തൂർ അല്ലെങ്കിൽ കൊച്ചി ഇറങ്ങുന്നു, വൈകിട്ടാകുമ്പോൾ എത്തുന്നു, രാത്രി പുലർച്ചെ ഫ്ലൈറ്റ് കയറി അവർ പോയി ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇതിന് വേണ്ടി വരികയാണ് കസ്റ്റമേഴ്സ്. അത് സന്തോഷല്ലേ. പിന്നെ അല്ലാണ്ട് അതും ഹോൾസെയിലിന് ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ പീസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ആകുമ്പോൾ കുറച്ചൊക്കെ മാറും. അതെ, റീറ്റെയിലും ഹോൾസെയിലും പ്രൈസ് ഡിഫറൻസ് എപ്പോഴും വരും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുക. എല്ലാ പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. സിംഗിൾ പീസ് ആണെങ്കിലും എത്ര ക്വാണ്ടിറ്റീസ് വേണമെങ്കിലും അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ വീഡിയോ ചെയ്തതിൽ കുറേ പേരൊക്കെ കമന്റിൽ നമ്മൾ വെബ്സൈറ്റിൽ കയറി നോക്കി ഭയങ്കര റേറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ വിളിച്ചു ഭയങ്കര റേറ്റ് കൂടുതൽ. ഈ അവിടെ ഇരുന്നിട്ട് റേറ്റ് കൂടുതലാണ്, ഇവിടെ വന്നിട്ട് ഇത് ഇങ്ങനെ തൊട്ട് ഫീൽ ചെയ്തിട്ട് പറയുക, അപ്പൊ പറയും. അതെ, എന്താ പറയാ, കറക്റ്റ്, അത് കറക്റ്റ് പോയിന്റ് ആണ്. നോർമലി കാണുന്ന ഒരു മെറ്റീരിയൽ അല്ല നമ്മുടെ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കസവ്. ഇതിപ്പോൾ റോഡിൽ കാണുന്ന റോഡ് സൈഡിൽ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ ഒരു 200-300 റുപ്പീസിന് ഒരു സെറ്റ് മുണ്ട് വാങ്ങി അല്ലെങ്കിൽ സാരി വാങ്ങി, അത് വെള്ളത്തിലിട്ട് മുക്കിയാൽ പിന്നെ പ്ലാസ്റ്റിക് പോലെ പപ്പടം പോലെ വീർത്ത് അതിന് പോലും കിട്ടില്ല ചിലപ്പോ. ഇപ്പൊ ഞാൻ കുറെ കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നുണ്ട് 200 രൂപയുടെ 300 രൂപയുടെ നല്ല ഏറ്റവും ലോ റേഞ്ചിലുള്ള സാധനം. നമുക്ക് സാധനം ഉണ്ട് 200 രൂപയുടെ 300 രൂപയുടെ ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഈ റോഡ് സൈഡ് കാണുന്ന പോലെ അല്ലെ വേറെ എവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്ന പോലെ ഈ പപ്പടം പോലെ ഒന്നും സാധനം നിൽക്കില്ല. അതിന് 100% ഗ്യാരണ്ടിയാണ് ഹറാദി. അതാണ് കുറെ കമന്റ് പറയുന്നു, ചേച്ചി ഇവരെന്തിനാ വീഡിയോ ചെയ്യണം, ഇത്രയും റേറ്റ് കൂടുതലാണ്, എന്തിനാ ഇതിന്റെ ആവശ്യം. കമന്റിലും ഇഷ്ടം പോലെ മെസ്സേജ് ആയിട്ട് അങ്ങനെ വരുന്നത്. ഞാൻ അവരോടൊക്കെ എനിക്ക് ആകെ ഒരു വെച്ചാൽ ഓരോരോ കമന്റിന് റിപ്ലൈ കൊടുക്കാനായിട്ട് ഞാനില്ല. അതിന് പകരമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ആ ഇരിക്കുന്ന സമയം കൊണ്ട് നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരാൻ നോക്കുക, ടച്ച് ആൻഡ് ഫീൽ ചെയ്യുക, ക്വാളിറ്റി ഫീൽ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ റേറ്റ് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യും. ചിലപ്പോൾ 100-200 അവർ തന്നെ കൂട്ടി പറയും, ഞങ്ങൾ കുറച്ചിട്ടിരിക്കുകയായിരിക്കും. അതെ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഹരാദി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എല്ലാതും ഉണ്ട്. അപ്പൊ എന്താ പറയാ, നിങ്ങള് ആളെന്താ വിളിക്കുക? ഞങ്ങളെ വല്യമ്മ ഒരു ഡയലോഗ് വേഗം പോരട്ടെ. നേരത്തെ പറഞ്ഞതന്നെ, നേരത്തെ പറഞ്ഞതാ. മക്കളെ പോരി. ബൈ ബൈ.